ഈ പാട്ട് കേൾക്കാത്ത മലയാളികൾ ഉണ്ടാകില്ല. നമുക്ക് വലിയ ഗ്രഹാതുരത്വം ഉണ്ടാക്കുന്ന ഗാനശകലങ്ങളാണ് ഇപ്പോൾ നമ്മൾ പാടിയ ഈ പാട്ടിൻ്റെ വരികൾ. ക്രിസ്മസ് കാലഘട്ടത്ത് മാത്രമല്ല ഇത് നമ്മളിലേക്ക്, എവിടെ ഏത് രാജ്യത്ത് ഏത് നാട്ടിലായിരുന്നാലും ഈ പാട്ടിൻ്റെ കേരളത്തെ പെട്ടെന്ന് ഓർമ്മ വരും. പിന്നെ കേരളത്തിൻ്റെ നമ്മൾ ക്രിസ്മസ് ആഘോഷം ഒരു വലിയ ഉത്സവ പ്രതീതി തരുന്നത് ഹൃദയത്തിലേക്ക്. ആദ്യം തന്നെ നമുക്ക് ഒരു ക്രിസ്മസ് ആശംസകൾ അറിയിക്കില്ലേ സാറേ? ചാനലിൻ്റെ എല്ലാവർക്കും, ഈ പ്രോഗ്രാം കാണുന്ന എല്ലാവർക്കും സാറ് ക്രിസ്മസ് ആശംസകൾ ആദ്യം തന്നെ അറിയിക്കും. അനുഗ്രഹിക്കപ്പെട്ട ഒരു ആഘോഷ രാവുകളാണ് ഈ ഡിസംബർ 25 ക്രിസ്മസ്. പക്ഷേ ഇതിൻ്റെ അർത്ഥപൂർണത എത്രത്തോളം വ്യക്തമാണെന്നറിയില്ല. അതൊരു വലിയ ഇഷ്യൂസിലേക്ക് പോകുന്നതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. എങ്കിലും എല്ലാ മലയാളിക്കും വളരെ ആനന്ദം നൽകുന്ന ഒരാഘോഷ ദിനങ്ങളാണ് ക്രിസ്മസ്. ആ ക്രിസ്മസിനെ പറ്റി ലഘുവായി നമുക്ക് പറയാൻ, നമ്മൾ ക്രിസ്തുവിൻ്റെ ജനനത്തെ പറ്റിയുള്ള ഓർമ്മയാണ് നമുക്കത് തരുന്നത്. പക്ഷേ ബിബ്ലിക്കലി ഒരു സ്പോട്ട് ചെയ്യപ്പെട്ടിട്ടില്ല 25th ആണ് ക്രിസ്തുവിൻ്റെ ജനനം എന്ന് പറയുന്നില്ല. പക്ഷേങ്കിൽ ലോകം മുഴുവൻ ആഘോഷിക്കുകയാണ്, അതൊരു സെലിബ്രേഷനാണ്. പക്ഷെ അതിൽ നമ്മളെല്ലാവരും പങ്കാളികളാവുന്നു. അത് സന്തോഷം തരുന്നൊരു അനുഭവം തന്നെയാണ്. പക്ഷെ റിയലി ഈ മനോഹരമായ ക്രിസ്മസിൽ നമ്മുടെ ഹൃദയത്തിലാണ് ക്രിസ്തു ജനിക്കേണ്ടത്. ഡിസംബർ 25th ഒരു സെലിബ്രേഷനായി ഒതുങ്ങേണ്ടതല്ല. ശരിക്കും യേശു ഉള്ളിൽ ജനിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇത് ആഘോഷമാണ്, എല്ലാ കാലവും ആഘോഷമാണ്. ആ ആഘോഷത്തിലേക്കാണ് ഞാൻ സ്വാഗതം ചെയ്യുന്നത്. ഡിസംബർ 25th എന്ന ഒരു ഇമ്പോർട്ടൻസ് അതിന് കൊടുത്തുകൊണ്ടല്ല അത് ചെയ്യുന്നത്. ക്രിസ്തുവിന്റെ ജനനം നമ്മുടെ ഓരോരുത്തരെയും സന്തോഷമാണ്. ദൂതന്മാരെന്ന് പറഞ്ഞതുപോലെ സർവ്വജനത്തിനും ഉണ്ടാകാനുള്ള മഹാസന്തോഷമാണ്. അത് 25th ആഘോഷിച്ചാലും ബിബ്ലിക്കലി പറയുന്ന ഡേറ്റുകളിൽ ആഘോഷിച്ചാലും ഒക്കെ യേശുവിൻ്റെ ജനനമാണ് ഇമ്പോർട്ടൻ്റ്. അത് നമ്മുടെ ഹൃദയങ്ങളിലാകട്ടെ എന്ന് ഈ മനോഹരമായ ദിവസം ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ തുടർന്ന് ചില ഗ്രഹാതുരത്വം തുളുമ്പുന്ന മലയാളിയുടെ ഹൃദയത്തെ ഏത് മലയാളി മൂളുന്ന ഒരു ഈണം ആണ് ഇത് യാക്കോബ് അവതരിപ്പിക്കുന്നത്. ശരിക്കും അതിൻ്റെ ഒരു രക്ഷകർത്താവിനെ കൂടെ, അതിൻ്റെ ഒരു രചയിതാവിനെ കൂടെ ഒന്ന് മറന്നുപോയത് ഒന്ന് പുതുക്കണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങൾ ഈ ഒരു സംഗീതം നിശ പോലെ ക്രമീകരിച്ചത്. അത് നിങ്ങൾക്ക് വിശദമായി സംസാരിക്കാം. ഈ ആദ്യം തന്നെ ക്രിസ്മസ് എന്ന് പറയുമ്പം മനസ്സിലേക്ക് ഓടി വരുന്നത് പുൽക്കൂടും ക്രിസ്മസ് ട്രീ ഒക്കെയാണ്. എന്നാൽ അതിലും മുൻപായി മനസ്സിലേക്ക് ഓടി വരുന്നത് യഹൂദിയായിലെ എന്നുള്ള പാട്ടാണ്. സാന്താക്ലോസും ക്രിസ്മസ് ട്രീയും നക്ഷത്രമൊക്കെ വരുന്നതിന് മുമ്പ് ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിനകത്ത് വർണ്ണരാജികൾ വിടരും വാനിൽ വെള്ളിമേഘങ്ങൾ ഒഴുകും രാവിൽ താരക രാജകുമാരിയോട് തങ്കം കലപാടി ഗ്ലോറിയ. ഈ വരികളാണ് ആദ്യം മനസ്സിലേക്ക് കൂടി വരുന്നത് അല്ലേ? ശരിക്കും ഇത് വളരെ ഹൃദയസ്പർശിയായ വരികളാണ്. തീർച്ചയായിട്ടും ഇത് ഈ വരികളൊക്കെ നമ്മൾ വിചാരിക്കും ഒരു വലിയ ഭക്തനായ മനുഷ്യൻ്റെ വാക്കുകളിൽ നിന്ന് പുറപ്പെട്ടതാണെന്നായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയ ആ ഒരു വിവരം വെച്ച് നോക്കുമ്പോൾ വലിയൊരു ഭക്തനോ അല്ലെങ്കിൽ ക്രൈസ്തവ ഭക്തനല്ല, ആ ക്രൈസ്തവ ഭക്തനല്ലാത്തൊരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് ഈ മുഴുലോകത്തെയും സൃഷ്ടിച്ച സൃഷ്ടാവിനെ പറ്റിയുള്ള മനോഹരമായ ചില വരികൾ അടർന്നു വീണതാണ്. അതാണ്, അതൊരു ഭയങ്കര അത്ഭുതമാണ്. അദ്ദേഹത്തിന്റെ പേര് മറ്റക്കര സോമൻ എന്നാണ്.
കാല യവനേക്കുള്ളിൽ ആ പേര് മറഞ്ഞു കിടക്കുകയാണ്. അതൊന്ന് പരിചയപ്പെടുത്തുക കൂടിയാണ് ഈ ഒരു ഗാനസമാഹാരം ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ. യാക്കോബ് അത് ഇനിഷ്യേറ്റീവ് എടുത്തോ വലിയ സന്തോഷം തോന്നി. മലയാളക്കരയിലെ സകല മനുഷ്യരും അറിയേണ്ടതാണ് ആ മനുഷ്യൻ്റെ ഹൃദയത്തിൽ കർത്താവ് കൊടുത്ത, അല്ലെങ്കിൽ ദൈവത്താൽ പ്രേരിതമായി കൊടുക്കപ്പെട്ട മനോഹരമായ വരികൾ. തീർച്ചയായിട്ടും ഈ കോട്ടയത്ത് ഇരുന്ന് ഞങ്ങൾ ഈ പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് കുറച്ചുകൂടി സന്തോഷമുണ്ട്. ഞങ്ങളുടെ നിയറസ്റ്റ് പ്ലേസ് ആണ് മറ്റക്കര എന്ന് പറയുന്നത്, അല്ലേ സാറേ? നമ്മുടെ അതെ, സ്വന്തം വളരെ അടുത്താണ്. അയർക്കുന്നം ഗ്രാമപഞ്ചായത്തിൽ സ്ഥലമാണ് മറ്റക്കര എന്ന് പറയുന്ന ചെറിയ ഗ്രാമം. അവിടുന്നാണ് ഈ ആഗോള വ്യാപനമായി ഇത്രയും സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒരു പാട്ടുണ്ടായത്, യഹൂദിയായിലെ എന്നുള്ള പാട്ട്. റിയലി അതിന്റെ ഗുണങ്ങളൊന്നും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. അദ്ദേഹത്തെ ആരും ഓർക്കുന്നു പോലുമില്ല. മറ്റു പലരുടെയും പേരുകളിലാണ് ഈ പാട്ടുകൾ ഔദ്യോഗികമായി അറിയപ്പെടുന്നത്. എങ്കിലും അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ആ മനുഷ്യനാണ് അതിന്റെ പിന്നിലെ രചയിതാവെന്നാണ് അറിയുവാൻ കഴിഞ്ഞത്. പക്ഷേ ഈ സത്യങ്ങൾ അധികകാലം മൂടി വെക്കാൻ പറ്റില്ലല്ലോ. ഒരു നാളത് മറന്നേക്ക് പുറത്തു വരും. മത്തായിയുടെ സുവിശേഷത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒന്നും നഗ്നമായത്, ഒന്നും മറഞ്ഞിരിക്കുന്നതെല്ലാം വെളിപ്പെട്ട് വരുന്ന ഒരു ദിവസമുണ്ട് എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 30-35 വർഷത്തോളം ഈ പാട്ടിൻ്റെ രചയിതാവിനെ മറച്ചു വെക്കാൻ കാലത്തിന് അസത്യത്തിന് സാധിച്ചു. പക്ഷേ സമയമായപ്പോൾ മറ്റക്കര സോമൻ ചേട്ടൻ്റെ പാട്ടുകളാണ് ഇതെന്നുള്ള കാര്യം മലയാളികളെല്ലാം അംഗീകരിക്കുകയും അതിലൊരു നഷ്ടം ഇല്ല, ഇത്രയും കാലം ഈ മനുഷ്യനെ വേണ്ട രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടാതെ പോയതിൻ്റെ നഷ്ടമുണ്ട് എല്ലാവർക്കും. അദ്ദേഹത്തിൻ്റെ തൂലികകളിൽ നിന്ന് അനേക മനോഹരമായ ഗാനങ്ങൾ വിരിയേണ്ടതായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ താലന്തിനെ അല്ലെങ്കിൽ കഴിവിനെ മുളയെ നുള്ളിക്കളയാൻ ചില സാഹചര്യങ്ങളുണ്ട്, വ്യക്തി താല്പര്യങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഇത് പറയുമ്പോൾ സാറ് ഒരു സാറ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഇയാൾ മറ്റക്കര സോമൻ എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്ത്യാനിയോ ഒരു ക്രിസ്തു ഭക്തി മാർഗത്തിൽ ജീവിക്കുകയോ ചെയ്ത ആളല്ല. അതുപോലെ തന്നെ ഒരു പാട്ടെഴുതാനുണ്ട്, PK ഗോപി എന്ന് പറയും. രക്ഷക, ആ പാട്ട് സ്കെയിൽ ഏതായിരുന്നു? ഈ ലോകവ്യാപകമായിട്ട് പോകുന്ന ഒരു പാട്ടാണ് ഈ പാട്ട്. കാൽവരി കുന്നിലെ കാരുണ്യമേ കാവൽ വിളക്കാവുക, കൂരിരുൾ പാതയിൽ മാനവർക്കെന്നും നീ ദീപം തേടുക, മാർഗം തെളിച്ചിടുക. ഈ പാട്ടൊക്കെ എഴുതിയ ആളും ഒരു ക്രിസ്ത്യാനി ആയിരുന്നില്ല. PK ഗോപി എന്ന് പറയുന്ന ആളാണ് ഈ പാട്ട് എഴുതിയത്. അപ്പം ജീവിച്ചിരിപ്പില്ല, അദ്ദേഹം മരിച്ചുപോയി. PK ഗോപി എന്ന് പറഞ്ഞ ആൾ ഒരുപാട് സിനിമകൾക്ക്, സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒത്തിരി സിനിമകൾക്ക് പാട്ട് ഇട്ടതാണ്. അദ്ദേഹം എഴുതിയ പാട്ടാണ് രക്ഷക, എൻ്റെ പാപഭാരം എല്ലാം നീക്കണേ. വളരെ സൂപ്പർ ഹിറ്റ്. കാൽവരി കുന്നിലെ ലോകത്തിന്റെ മലയാളികളായ എല്ലാ മനുഷ്യരുടെയും ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വരികളാണ്. അലകൾ മാറി മാറി അലകടലിൽ വീശി നോക്കി, ആ പാട്ടൊക്കെ. ഒരിക്കൽ യേശുനാഥൻ, ഈ പാട്ടൊക്കെ എഴുതിയ ആള് ക്രിസ്ത്യാനി ആയിരുന്നില്ല, PK ഗോപി. അപ്പം യേശുവിനെ സ്നേഹിക്കാൻ ജാതിക്കോ മതത്തിനോ ഒന്നും ഒരു ഇല്ല. യേശു ഒരു മതത്തിന്റെ ആളല്ല, ഒരിക്കലും. യേശു ഒരു രക്ഷാമാർഗമാണ്. തീർച്ചയായും മനുഷ്യകുലത്തിന്റെ രക്ഷയുടെ മാർഗമാണ് സുവിശേഷം, അല്ലെങ്കിൽ യേശു ക്രിസ്തു എന്ന് പറയുന്നത് രക്ഷാമാർഗമാണ്. അതൊരു മതമല്ല, അതൊരു വർഗമല്ല, അതൊരു ജാതിക്ക് വേണ്ടിയിട്ടോ ഒന്നും ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വിവിധ കുലങ്ങളിൽ പിറന്ന വിവിധ ആചാരാനുഷ്ഠാനങ്ങളുടെ കീഴിൽ കഴിയുന്ന ഒരുപാട് പേര് യേശുവിനെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവരുടെയൊക്കെ തൂലിയിൽ നിന്ന് ഇതുപോലെ മനോഹരമായ കാര്യങ്ങൾ. തീർച്ചയായും. അപ്പൊ ഈ PK ഗോപിയിൽ നിന്ന് നമ്മൾ മറ്റക്കര സോമനിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഈ 10 പാട്ടിൽ അവസാനിക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും വളരെ സങ്കടകരമായ. അത് യാക്കോബ് ഞങ്ങളോട് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പറയായിരുന്നു, അദ്ദേഹത്തിന് വീണ്ടും വരികൾ എഴുതാൻ കഴിയാത്തവണ്ണം അദ്ദേഹത്തെ ഭീഷണി അല്ലെങ്കിൽ ശാസന ഒരു മനുഷ്യന്റെ അദ്ദേഹത്തിന്റെ ആ താലന്തിനെ ഞുള്ളിക്കളയുന്ന രീതിയിൽ ഈ വാക്കുകളുടെ ശക്തി ഭയങ്കരമാണ്. അരുത് എന്നൊരാളോ, ഇനി അരുത് എന്നുള്ള ആ വാക്ക് അദ്ദേഹത്തെ തളർത്തി, അദ്ദേഹത്തെ ഒരു എനിക്ക് തോന്നുന്നൊരു ബന്ധനം പോലെ അദ്ദേഹത്തിന്റെ വരികളെ ചലിപ്പിക്കാതെ അവസാനിപ്പിക്കും. അദ്ദേഹം ക്രിസ്തുവുമായ ഒരു ആത്മബന്ധത്തിൽ നിൽക്കുന്ന ഒരു ഈ ആത്മബന്ധത്തിൽ നിൽക്കുന്ന ആളുകൾ എഴുതുന്നതിനേക്കാൾ ഗംഭീരമായിട്ടാണ് വരികൾ എഴുതുന്നത്. ഇന്ന് ക്രിസ്തീയ ലോകത്തിലെ ക്രിസ്ത്യാനികളായിട്ടുള്ള സഹോദരങ്ങൾ എഴുതിയിരിക്കുന്ന പ്രശസ്തമായ പല പാട്ടുകളിൽ വെച്ച് ഏറ്റവും അർത്ഥവത്തായ വരികളും മനുഷ്യ ഹൃദയങ്ങളെ സ്പർശിക്കുവാൻ ഏത് വിഭാഗത്തിൽപ്പെട്ടവരെയും തൊടുവാൻ കഴിയുന്ന. അതുകൊണ്ടാണ് നമ്മൾ ഈ ഗൂഗിളിൽ ടോപ്പ് 10 ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ് അടിച്ചു കൊടുത്താൽ ആദ്യം വരുന്ന പാട്ടാണ് യഹൂദിയയിലെ ഒരു ഗ്രാമത്തിൽ എന്നുള്ള പാട്ട്. അത് എഴുതിയത് ഒരു ക്രിസ്ത്യാനി അല്ല എന്ന് പറയുമ്പോഴാണ് അതിന് പ്രസക്തി വർദ്ധിക്കുന്നത്. തീർച്ചയായിട്ടും അവിടെ നിന്ന് വരികൾ നമുക്കൊന്ന് കേട്ടാലോ?
താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. തേജസ് മുൻപിൽ കണ്ടു, അവർ ബേത്ലഹേം തന്നിൽ വന്നു. തേജസ് മുൻപിൽ കണ്ടു, അവർ ബേത്ലഹേം തന്നിൽ വന്നു. ദേവാദിദേവന്റെ തിരുസന്നിധിയിൽ അവർ കാഴ്ചകൾ വച്ചു വണങ്ങി. എത്ര മനോഹരമാണ് ഈ പാട്ട്. ഇത് കോട്ടയത്തുള്ള തന്നെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ് ഈ പാട്ടും. സ്നേഹപ്രതീകം എന്നാണ് ഈ കാസറ്റിന്റെ പേര്. തരംഗണി ഓഡിയോസിന്റെ കാസറ്റ് ആയിരുന്നു. ഇന്നിപ്പോ സ്നേഹ തരംഗം കണ്ടാൽ സോമൻചേട്ടന് പ്രയോജനമില്ല. അതിനു വേണ്ടി മറ്റു പലർക്കുമാണ് അതിന്റെ റോയൽറ്റി പോകുന്നത്. അന്ന് കാസറ്റ് ആയിരുന്നെങ്കിൽ ഇന്നിപ്പോ യൂട്യൂബിലെ റോയൽറ്റി ആയി. യൂട്യൂബിൽ മറ്റ് ചാനലുകൾ നമ്മൾ ഓരോരുത്തരും സെർച്ച് ചെയ്യുമ്പോൾ അതിന്റെ റോയൽറ്റി മറ്റ് സാറ്റലൈറ്റ് റോയൽറ്റി ഉണ്ട്, മറ്റു പലർക്കും ആവും. പക്ഷെ ഇദ്ദേഹത്തിന് സാമ്പത്തിക നേട്ടം പോലും ഉണ്ടായില്ല. അദ്ദേഹത്തെ പറ്റി പറഞ്ഞത് രോഗിയായിരുന്നു. അതെ, ഇദ്ദേഹത്തിന് കോട്ടയത്ത് സ്നേഹസീമ എന്ന് പറഞ്ഞിട്ടൊരു ഓഫ് പ്രിന്റിംഗ് സ്ഥാപനം ഉണ്ടായിരുന്നു കോട്ടയത്ത്. അപ്പം ഇത് നമ്മൾ സെർച്ച് ചെയ്ത് മാത്രമല്ല, ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഗൂഗിളിലൊക്കെ ഇതിനെക്കുറിച്ച് വാർത്തകൾ ഇപ്പോൾ 2-3 ദിവസമായിട്ട് വരുന്നുണ്ട്. ഈ സ്നേഹസീമ എന്ന് പറഞ്ഞ ഈ പ്രിന്റിംഗ് സ്ഥാപനത്തിൽ അന്നത്തെ കാലത്ത് ഈ കലാപ്രവർത്തനങ്ങളെല്ലാം എഴുത്ത് കലാപ്രവർത്തനങ്ങളാണല്ലോ. ഒരുപാട് കലാകാരന്മാരവിടെ വരുമായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിന് ശ്വാസകോശ സംബന്ധമായ അസുഖം ഉണ്ടായിരുന്നു. ഈ പ്രിന്റിംഗ് സ്ഥാപനത്തിലെ പൊടിയും അതിൻ്റെ മെഷീനിലെ ഗന്ധമൊക്കെ കൊണ്ട് ഇദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ സ്നേഹസീമയിൽ വരുന്ന ഒരാളായിരുന്നു ഈ പാട്ടിൻ്റെ മ്യൂസിക് ഡയറക്ടർ. പല സമയത്തും അദ്ദേഹം സ്നേഹസീമയിൽ വരികയും ഇദ്ദേഹത്തോട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ മറ്റക്കര സോമൻ എന്ന് പറയുന്ന അദ്ദേഹം നാട്ടിലെ ചെറിയ കലാപ്രവർത്തനങ്ങളും സാംസ്കാരിക ക്ലബ്ബുകളിലും ഒക്കെ നാടകവും മറ്റ് കവിതകളും ഒക്കെ എഴുതി ഒരു പ്രാദേശിക എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് മാത്രം ഉണ്ടായിരുന്ന ഒരാളാണത്. ദൈവത്തിൻ്റെ ഒരു മനുഷ്യനെ ദൈവം സെലക്ട് ചെയ്താൽ ദൈവ ചൈതന്യം അതിലുണ്ടായിരുന്നു. അതും വിശ്വസിക്കുന്നുണ്ട്. ഒരു സാധാരണ ഒരു ഗ്രാമം, ഇപ്പം വയലാറോ ONV കുറുപ്പിനെ P ഭാസ്കരനെ പോലെയൊന്നും വലിയ പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരനൊന്നുമല്ല. ഒരു മറ്റക്കര എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമം, ഞങ്ങൾക്കൊക്കെ അറിയാം, അത് വളരെ ചെറിയ ഗ്രാമമാണ്. അവിടെ സാധാരണ ഒരു ക്ലബിലും ഒക്കെ നാടകങ്ങൾക്കും ഒക്കെ എഴുതിയിരുന്ന ഒരാളെ ദൈവം ഇത്രയും പ്രശസ്തമായ പാട്ടുകൾ എഴുതാൻ ഉപയോഗിച്ചു. അതെ. ഇനിയിപ്പം മനുഷ്യരാരും 10-40 വർഷം കണ്ടില്ലെങ്കിലും ദൈവത്തെ സ്തുതിക്കുന്ന ഏറ്റവും മനോഹരമായ അനേകം തീർച്ചയായിട്ടും ദൈവത്തെ സ്തുതിക്കാൻ വരികൾക്ക് സാധിച്ചു. അത് വലിയൊരു കാര്യം തീർച്ചയായിട്ടും. അപ്പൊ ഈ ദൈവത്തിന് ഈ മനുഷ്യരുടെ ദൈവത്തിന് മനുഷ്യരെ ഉപയോഗിക്കാൻ പ്രത്യേകിച്ച് മാനദണ്ഡം ഒന്നുമില്ല. ഈ മനുഷ്യനിലൂടെ തിരിച്ചറിയാൻ സാധിക്കണം. ഏത് വ്യക്തിയും ദൈവത്തിന് ഉപയോഗിക്കാം, അല്ലേ സാറേ? മറ്റക്കര സോമൻചേട്ടൻ അതിൻ്റെ ഒരു ഏറ്റവും വലിയ ഉദാഹരണമാണ്. കാര്യം കഴിവൊന്നും അല്ല ഇവിടുത്തെ കാര്യം. കഴിവില്ലാത്തവനെ കഴിവുകാരനാക്കി മാറ്റുക എന്നുള്ളതാണ്. അല്ല, തിരുവചനം പറയുന്നത് അങ്ങനെയല്ലോ, ബലഹീനമായതിനെ കുലഹീനമായതിനെ തിരഞ്ഞെടുക്കുന്ന ദൈവമാണ്. ബലഹീനത എന്ന് പറയുന്നതിനെ ബലമുള്ളതാക്കി തീർക്കുന്നതാണ് ദൈവത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് കുലഹീനമായതിനെ തിരഞ്ഞെടുക്കുന്ന ഒരു ദൈവത്തിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് സോമൻചേട്ടനെയൊക്കെ തീർച്ചയായിട്ടും ശരിക്കും ആത്മീയ ലോകത്ത് വലിയ ചരിത്രം സൃഷ്ടിക്കുന്ന അനേക ഗാനങ്ങൾ എഴുതുവാൻ ഇടയായിത്തീർന്നു. ഇത് ശരിക്കും പറഞ്ഞ ഇത് വ്യക്തികളല്ല, ശത്രുവാണ് അദ്ദേഹത്തിന് മുളന്നുള്ളിയത്. അല്ലെങ്കിൽ നാളെ അദ്ദേഹം തികഞ്ഞൊരു ക്രിസ്തുഭക്തനായി നിന്നുകൊണ്ട് ചിലപ്പോ ലോകത്ത് അനേക മലയാളികളുടെ ഹൃദയങ്ങളെ സ്പർശിക്കുന്ന അനേക അനുഗ്രഹീത ഗാനങ്ങൾ രചയിക്കാൻ അവസരങ്ങൾ ഒരുങ്ങിയത്. പക്ഷെ അദ്ദേഹത്തിലൂടെ വന്നത് കണ്ട് ശരിക്കും എൻ്റെ ഭാഷ പറഞ്ഞ പിശാച് അന്താളിച്ചിട്ട് ചില വ്യക്തികളെ ഉപയോഗിച്ചു, അദ്ദേഹത്തെ അടക്കി ഇനിയും നീ ഇത് ചെയ്യരുത് എന്ന് പറയുന്ന രീതിയിലാക്കി. പക്ഷെ അധികകാലം വെക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിന്റെ ഈ സായാഹ്ന കാലത്ത് അദ്ദേഹം ഇപ്പൊ അതിന്റെ പുറകിലെ ലോകത്തെ ഏറ്റവും വലിയ ശക്തിയാണെന്ന് പറഞ്ഞാലും ഇപ്പൊ ഇതിന്റെയൊക്കെ പുറകിൽ പ്രവർത്തിച്ചിരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത ആളുകളാണ്. പക്ഷെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതേ ജനം മൊത്തം തിരിച്ചറിഞ്ഞു വീണ്ടും അവർക്കൊന്നും എല്ലാം പുറത്തു വരുന്നു. എനിവേ എന്താണെങ്കിലും 1-2 പാട്ടുകൾ തീർച്ചയായിട്ടും ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ മലയാളികളെല്ലാം പാടുന്നൊരു പാട്ട് സുജാത പാടിയിട്ടുള്ളൊരു വളരെ പ്രശസ്തമായിട്ടുള്ള പാട്ടുണ്ട്. ഇത് ഇപ്പം ഈ പാട്ടിൻ്റെ ഒക്കെ ഓർഡർ എങ്ങനെയാണെന്നറിയോ? ഈ സ്നേഹപ്രതീകം എന്ന് പറഞ്ഞ കാസറ്റിൻ്റെ പാട്ടിൻ്റെ ഓർഡർ ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ട് നമ്മുടെ ഈ ചാനലിൻ്റെ സ്റ്റുഡിയോ ഫ്ലോറാണത്. ഞാൻ അവിടെ റൈറ്റിംഗ് പാഡിൽ ഈ പാട്ടുകൾ ഇങ്ങനെ 1, 2, 3, 4 എന്ന ക്രമത്തിൽ എഴുതിയപ്പം ഞാൻ ഞെട്ടിപ്പോയി. ഇതിൻ്റെ ഓർഡർ എന്താണെന്ന് വെച്ചാൽ യഹൂദിയയിലെ ഒരു ഗ്രാമത്തിലുള്ള പാട്ട് പറയുമ്പോൾ കർത്താവിൻ്റെ ജനനമാണ്, ആട്ടിടയർ അവിടെ വന്നതാണ്. രണ്ടാമത്തത് കർത്താവിൻ്റെ അന്നത്തെ ആദ്യത്തെ രാത്രിയാണ്. കാവൽ മാലാഖമാരെ, അതായത് ന്യൂ ബേബി പുൽക്കൂട്ടിലുള്ള ആ ബേബിയെ വന്ന് ആദ്യമായിട്ട് കണ്ടു. അടുത്തത് അന്നത്തെ രാത്രിയാണ്. യേശു ആദ്യമായി ഉറങ്ങുന്ന രാത്രിയിൽ പ്രകൃതിയോട് മറ്റൊക്കെ സോമൻചേട്ടൻ പറഞ്ഞ എങ്ങനെയാണ്? കാവൽ മാലാഖമാരെ കണ്ണടക്കരുതേ,
തൊട്ടിലിൽ രാജരാജൻ മയങ്ങുന്നു. കാവൽ മാലാഖമാരേ കണ്ണടയ്ക്കരുതേ. തൊട്ടിലിൽ രാജരാജൻ മയങ്ങുന്നു. കാവൽ ആ സിറ്റുവേഷൻ അങ്ങനെയാണ്. ആദ്യത്തെ ദിവസം കർത്താവിൻ്റെ അടുത്ത പാട്ടെന്ന് പറയുന്നത് പുൽക്കൂട്ടിൽ കുറേ സംഭവങ്ങൾ നടന്നല്ലോ. അമ്പലം വഴി ചോദിച്ചു പോയി, സ്ഥലമില്ലാതെ വന്നു. ആദ്യത്തെ ദിവസം കഴിഞ്ഞു. അടുത്തതെന്ന് പറഞ്ഞാൽ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ ഈ വിദ്വാൻമാർ യേശുവിനെ കാണാൻ വന്നതാണ്. അപ്പോൾ അതിങ്ങനെ ഓരോ ഹിസ്റ്ററിയാണ് ഓരോ പാട്ടുണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവിടെ നടന്ന സംഭവങ്ങളൊക്കെ ക്രമത്തിലാണ്. അപ്പം എനിക്കൊന്നും മറ്റേ സൗണ്ട് ചേട്ടൻ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഒരു തികഞ്ഞ ആത്മീയന് പോലും കിട്ടാത്ത വെളിപ്പാടുകൾ, ഒരു വെളിപ്പാടാണ്. ആ പദമാണ് എനിക്ക് കിട്ടാത്തത്. വെളിപ്പാടുകൾ അദ്ദേഹം പറയുന്നത്. വെറുതെ ഒരു പാട്ട് എഴുതിയായിട്ട് എനിക്ക് തോന്നില്ല. ആത്മാവ് കൊണ്ട് എഴുതിച്ചു, അദ്ദേഹത്തിന് ആത്മപ്രേരിതമായി എഴുതിച്ചു. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അല്ലാതെ ഒരാൾക്ക് അങ്ങനെ ഒരു വരികൾ രചിക്കാൻ ഒരു കാസറ്റ് എന്ന് പറയുമ്പോൾ ഒരു 10 കാസറ്റ് കേട്ടാൽ 10 കേട്ടാൽ യേശുവിന്റെ മുഴുവൻ ചരിത്രങ്ങളും ആ 10 പാട്ട്. നമ്മൾ ഇന്ന് എഴുതുന്ന പാട്ടുകൾ നോക്കിയേ, പലതും ഒരു ബന്ധവുമില്ല, ക്രിസ്തുവുമായും ബന്ധമില്ല. കുറെ ഓളവും ബഹളങ്ങളും ഒക്കെ ബഹളങ്ങളാ പാട്ടുകൾ. നമ്മുടെ ആത്മീയ തികവുള്ള അഭിഷേകമുള്ളവരെന്നൊക്കെ പറയുന്നവർ എഴുതുന്നത്. പക്ഷെങ്കിൽ ഇദ്ദേഹം ഒരു ബന്ധമില്ലാത്ത ഈ മനുഷ്യനെ കൊണ്ട് ആത്മാവ് എഴുതിച്ച വരികൾ യാക്കോ പറഞ്ഞ ഓർഡർ ഭയങ്കര കേട്ടോ. ഞാനും അത് എക്സൈറ്റഡ് ആകാതെ ഞാനതിങ്ങനെ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ അത് ആലോചിച്ചു, ഈ ഓർഡറിൽ എങ്ങനെ എഴുതി. അടുത്തത് ഫസ്റ്റ് തവണ പുൽക്കൂട്ടി നടക്കുന്ന ആദ്യത്തെ സംഭവമാണ്. ഇതൊക്കെ ഈ യെശയ്യാവിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാഗ്ദത്വമാണ്. യേശു ക്രിസ്തുവിനും 400 വർഷങ്ങൾക്ക് മുമ്പ് വിദ്വാൻമാർ അവനെ പുൽക്കൂട്ടിൽ കണ്ട് നമസ്കരിക്കുമെന്നുള്ളത്. അപ്പം ഈ വാഗ്ദത്വം കൂടെയാണ് പിറ്റേ ദിവസം അവിടെ നടക്കുന്ന ആദ്യത്തെ ബൈബിളിൽ പറഞ്ഞ യേശുക്രിസ്തുവായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞ പ്രവചനങ്ങളിൽ ആദ്യത്തെ പ്രവചനങ്ങളിൽ ഒരു പ്രവചനം നടക്കുകയാണ്. പിറ്റേ ദിവസം വിദ്വാൻമാർ എന്ത് ചെയ്യുക, യേശുവിനെ ഒന്ന് കാണുക. അവിടുത്തെ അടുത്ത പ്രധാനപ്പെട്ട സംഭവം അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: കാഴ്ച വെക്കാം നിൻ സന്നിധിയിൽ ആരോമലേ അമലാസുതനെ കാഴ്ച വെക്കാം നിൻ സന്നിധി ആരോമലേ അമലാസുതനെ ഈ പാട്ടുകളൊക്കെ ഇത് പാടിയിരിക്കുന്നത് സുജാത തന്നെയാണ്. ഇത് 30-35 വർഷങ്ങൾ കഴിഞ്ഞു എന്ന് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എപ്പോഴും ഈ പാട്ടുകളൊക്കെ ഉണ്ടെന്നുള്ളതാണ്. അത് കാലഹരണപ്പെട്ടു പോകുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രത്യേകത. അത് എപ്പോഴും ഒരു അപ്ഡേറ്റഡ് ആയിട്ടാണ് അത് പാട്ടുകൾ പാടുമ്പോൾ തന്നെ. ഇപ്പം ഈ സ്ഥിരമായി മോട്ടിവേഷൻ പ്രസംഗങ്ങളും പരസ്യങ്ങളും വലിയ കൺവെൻഷനുകളും ഒക്കെ ഉപവാസ പ്രാർത്ഥനകളും ഒക്കെ സംഘടിപ്പിക്കുന്ന ചാനൽ 1 ഇങ്ങനെ ഒരു പാട്ടുകാരന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു എഫേർട്ട് എടുത്ത് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഈ പാട്ടിൻ്റെ പ്രസക്തി എത്രമാത്രമുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട്. തീർച്ചയായിട്ടും പ്രധാനമായിട്ട് പറഞ്ഞാൽ സാറ് കഴിഞ്ഞ ദിവസം ഈ പോസ്റ്റ് ഷെയർ ചെയ്തെന്ന് തോന്നുന്നു. സോഷ്യൽ മീഡിയയിൽ ഇത് കണ്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഒരു വലിയ വേദന തോന്നി. കാരണം ഏറ്റവും വലിയത് നമ്മുടെ പിതൃത്വം അംഗീകരിക്കാതെ പോകുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് എത്ര വേദന, അനാഥത്വം എന്ന് പറയും അല്ലേ, ഒറ്റപ്പെടി, അല്ലെങ്കിൽ എന്നാ പറയുന്നത്, വലിച്ചെറിയപ്പെടുന്ന ഒരനുഭവം. ആ സൃഷ്ടിയുടെ ഉടയവന് അവകാശപ്പെടാൻ പോലും പറ്റുന്നില്ല, ഇത് എൻ്റെ ആണ് എന്ന് പറയാൻ പോലും പറ്റാത്തവരാണ്. അതെന്നെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചു. എന്നെ മ്യൂസിക് പഠിപ്പിച്ച സാറ് ഇദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്താണ്. അപ്പം ഒരു ദിവസം ഇദ്ദേഹം പറയാണ്, ഈ മറ്റക്കര സോമൻ ചേട്ടനൊക്കെ അവിടെ ചില കലാപ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് അസുഖങ്ങളൊക്കെ മാറി യഹൂദിയൻ എന്നുള്ള പാട്ടൊക്കെ വളരെ ഹിറ്റായി ഇങ്ങനെ പോയി. ഒരു ദിവസം രാത്രി ഇവരൊരു ഒരു ഗാനമേള അവതരിപ്പിക്കാനായിട്ട് ഏതോ ഒരു പരിപാടി സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വണ്ടിയിൽ ചെല്ലുന്ന സമയത്ത് അവിടെ യഹൂദിയയിൽ എന്നുള്ള പാട്ട് വെച്ചിരിക്കുകയാണ് ഉറക്കെ. അപ്പോൾ മറ്റക്കര സോമൻ ചേട്ടൻ ആ വണ്ടിക്കകത്ത് ഇരുന്നുകൊണ്ട് എൻ്റെ യഹൂദിയയിലെ എൻ്റെ പാട്ട് എന്ന് പറഞ്ഞ് നെടുവീർപ്പിട്ടത് കണ്ടു എന്ന് ഇന്നലെ അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. എൻ്റെ അധ്യാപകൻ ഷാജി തോമസ്. ഞാനതൊക്കെ വായിച്ച അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. എത്ര വേദനിക്കുന്നുണ്ടായിരിക്കും ആ മനുഷ്യൻ്റെ ഹൃദയം.
അത് വളരെ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ നൊമ്പരം തരുന്നൊരു കാര്യമാണ്. പക്ഷേ നമ്മൾ മുമ്പ് പറഞ്ഞാൽ തന്നെ ദൈവം വിശ്വസ്തനാണ്. മനുഷ്യർ പറ്റിക്കും, പക്ഷേ കാലം, സത്യം, ഇതൊക്കെയാണ് ദൈവം. അതൊരിക്കലും കള്ളത്തരം കാണിക്കുന്നവർക്കൊപ്പം ആയിരിക്കില്ല. ഒരു കാലത്ത് അതെല്ലാം മറന്നേക്ക് പുറത്തു വരും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് മറ്റക്കര സോമൻ എന്നുള്ള ആൾ. ഇത് തനിക്ക് അതിൻ്റെ ആ അംഗീകാരം കിട്ടാതെ പോകുന്നതിന് പിന്നിലുണ്ടാകുന്ന ഒരു ചെറിയ ഒരു ഇൻസിഡൻ്റ് ഉണ്ട്. അത് യാക്കോബ് ഒരു പാട്ട് പാടിയതിന് ശേഷം അത് പറയാം. നമ്മൾ ആ രോഗിയായി കിടന്ന സമയത്ത് അദ്ദേഹത്തിന് മിസ്സായി. അടുത്തത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാട്ടാണ്. ഇത് പറയുമ്പം കാര്യം ഇതിനകത്തൊക്കെ ഒത്തിരി സംഭവങ്ങൾ കിടന്നിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മ്യൂസിക്കിനെ കുറിച്ച് നമുക്കൊന്നും പറയാനില്ല. കാര്യം ഇത്രയും മനോഹരമായ പാട്ടുകൾ തന്നെയാണിത്. ഇതിന് പുറകിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഇതിൻ്റെ മ്യൂസിക് വളരെ മനോഹരമായിട്ടുള്ള മ്യൂസിക്കാണ്. കോട്ടയത്തുള്ള തന്നെയുള്ള വളരെ പ്രശസ്തനായിട്ടുള്ള മലയാളത്തിൽ ഒരുപാട് പാട്ടുകൾ, സിനിമാ പാട്ടുകളൊക്കെ KS ചിത്രയ്ക്ക് ആദ്യമായി സംസ്ഥാന അവാർഡ് കിട്ടിയ പാട്ടൊക്കെ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു വളരെ പ്രശസ്തനായിട്ടുള്ളൊരു മ്യൂസിക് ഡയറക്ടറോടെയാണ് ഇത് കമ്പോസ് ചെയ്തത്. അടുത്തത് വളരെ മനോഹരമായിട്ടുള്ള പാട്ടാണ്. രാത്രി രാത്രി രജതരാത്രി രാജാതിരാജൻ പിറന്ന രാത്രി. രാത്രി രാത്രി രജതരാത്രി രാജാതിരാജൻ പിറന്ന രാത്രി. ഒരു കവിത പോലെ ഒഴുകിപ്പോകുന്ന ഒരു പാട്ടാണ് രാത്രി രാത്രി രജതരാത്രി എന്നുള്ളതൊക്കെ. ശരിക്കും ക്രിസ്മസ് രാത്രിയെ ഓർമ്മിപ്പിക്കുന്ന ഇത്രയും പകരം വെക്കാനില്ലാത്ത വരികൾ തന്നെയാണ് ഇത്. അടുത്ത പാട്ട് സാറ് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പാട്ടാണ്. F മൈനർ ശ്രുതിയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ പാടുന്ന, എന്നെക്കൊണ്ട് ആളുകൾ പാടിപ്പിക്കുന്ന ഒരു പാട്ടാണ്. അതിലൊരു വരിയുണ്ട്, ഭയങ്കരമാണ്. അതിങ്ങനെ മണിനാദം ഉയരുന്നു മനസ്സിൽ നിറയുന്നു യേശുവേ ദേവസുതാ വനമാരി ചൊരിയണമേ പരിപാവന പരനേ പദതാരിയുന്ന ഭയം ഉണരൂ മനസ്സേ പകരൂ ഗാനാമൃതം തെളിയൂ തിരികളെ രാജരാജ സന്നിധിയിൽ. മലയാളത്തിലെ സിനിമാ പാട്ടുകൾക്ക് കിട്ടുന്നതിനേക്കാൾ പോപ്പുലാരിറ്റി ഉള്ള പാട്ടുകളൊന്നാണ് ഉണരൂ മനസ്സേ. കോടിക്കണക്കിനാണ്, മില്യൺ വ്യൂസ് ആണ് യൂട്യൂബിൽ ഈ പാട്ടിനൊക്കെ. അപ്പൊ അതിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന വരുമാനത്തെ കുറിച്ച് ഞാനും പറയേണ്ട കാര്യമില്ല, ഊഹിക്കാവുന്നതിനും അപ്പുറം. ആക്ച്വലി ഈ പാട്ടുകൾ എഴുതിയതിനു ശേഷം സോമൻ ചേട്ടൻ പെട്ടെന്ന് രോഗശയ്യയിലേക്ക് പോവുമായിരുന്നു. പെട്ടെന്ന് തന്നെ ഈ പാട്ട് കരാർ എഴുതി 10 ദിവസത്തിനകം അദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ആവുക. അതിനുശേഷം അദ്ദേഹം 2.5 വർഷത്തോളം അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റാത്ത കോമ സ്റ്റേജിൽ. സാറേ, ആ 2.5 കൊല്ലം കൊണ്ട് ഈ പാട്ടുകൾ ലോകവ്യാപകമായി തരംഗമായി. അദ്ദേഹം എഴുതിയ ഈ പാട്ടുകൾ ലോകത്തിലുള്ള മലയാള സമൂഹം മുഴുവൻ, അതുകൂടാതെ മറ്റു ഭാഷകളിലുള്ളവർ പോലും വിവർത്തനം ചെയ്തു വരെ ഈ പാട്ട് പാടുന്ന നിലയിലേക്ക് അത് പോയി. അന്നേരം അതിൻ്റെ രചയിതാവ് തൻ്റെ സംസാരിക്കുവാനുള്ള ബുദ്ധിമുട്ടുകളും രോഗശയ്യയുടെ തീവ്രതയിലുമൊക്കെയായി വളരെ കഷ്ടത്തിലൂടെ കടന്നു പോവുകയാണ്. ലോകം അദ്ദേഹത്തെ മറന്നുപോയി. അല്ലെങ്കിൽ അതിന് പിന്നിൽ പ്രവർത്തിച്ചവർ അദ്ദേഹത്തെ മുൻനിരയിലേക്ക്, ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനോ ആദരിക്കുവാനോ ഈ എഫേർട്ട് എടുത്തില്ല. തിരക്കുള്ള ലോകത്ത് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുന്ന മനുഷ്യനാണ്. അന്നത്തെ കാലത്ത് ഒരു പാട്ടിന് 1000 രൂപ വെച്ച്, ഈ 10 പാട്ടിന് 10,000 രൂപ. ഇനി ഇവർ പേര് വെച്ചില്ലെങ്കിൽ ഈ 10,000 രൂപ എങ്കിലും എന്ത് ചെയ്യാനും കൊടുക്കാൻ, അതുപോലും അദ്ദേഹത്തിന് കിട്ടിയില്ല എന്നുള്ളതാണ് ഏറ്റവും. അത് സത്യമാണ്, അത് കള്ളത്തിലൊന്നുമില്ല. അവരുടെ ഫാമിലിയിലെ ആളുകൾ തന്നെ വെളിയിൽ വിടുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ. അദ്ദേഹം എഗ്രിമെന്റ് ചെയ്തതിന് ശേഷം പിന്നെ അദ്ദേഹം ഈ അവസ്ഥയിലേക്ക് പോയതുകൊണ്ട് ഈ പാട്ടിന്റെ രചനയും ഇതിന്റെ ബാക്കി കാര്യങ്ങളും എല്ലാം അതൊരു ഏറ്റെടുത്ത ഒരു സ്റ്റുഡിയോയുടെ പേരിലേക്ക് അവരത് ഏറ്റെടുത്ത അവരുടെ മ്യൂസിക് കമ്പനിയുടെ പേരിലേക്ക് ഇത് പോയി. അവർക്ക് അതിന്റെ റൈറ്റ് അവർ കൈപ്പോയി. പിന്നീട് ഇദ്ദേഹത്തിന് അത് അവകാശം പറയാനോ കയറി ചെല്ലാനോ കഴിയാത്ത നിലയിലേക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ ഭയങ്കര കേസും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരുന്നതിനാണ്.
അദ്ദേഹം ഒരു തവണ ട്രൈ ചെയ്തു ഇത് ഇതിൽ പാടിയ പ്രശസ്തനായിട്ടുള്ള ഗായകൻ ഒരു ദിവസം ഏറ്റുമാനൊരു ക്ഷേത്രത്തിൽ ഈ കച്ചേരി അവതരിപ്പിക്കാൻ വന്നപ്പോൾ ക്ഷേത്ര ഭാരവാഹികളോട് അനുവാദം ചോദിച്ചിട്ട് ഈ സോമൻ ചേട്ടനും ചില ആളോട് ചെന്ന് ഈ ഗായകനെ കണ്ടിട്ട് അദ്ദേഹത്തോട് ഇങ്ങനെ ഈ വിവരങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇവിടെ ഇങ്ങനെയൊക്കെയാണ്, തന്നെ ചെറുപ്പമല്ലേ, തനിക്ക് ഇനി അവസരങ്ങളൊക്കെ ഉണ്ടാവും, ഇനി അതല്ല ഇതിനെതിരെ കേസ് കൊടുക്കാനാണ് ഭാവമെങ്കിൽ ഇനി ഒരു പാട്ട് പോലും നീ എഴുതത്തില്ല, ആരും നിന്റെ പാട്ട് പാടത്തില്ല എന്ന് പറഞ്ഞു. അത് ശരിക്കും പറഞ്ഞാൽ അതങ്ങ് സംഭവിച്ചു. അല്ല, അതങ്ങ് സംഭവിച്ചു, അറാൻ പറ്റി. പിന്നെ ആരും സോമൻ ചേട്ടൻ പാട്ട് എഴുതിയോന്നും അറിയില്ല. പക്ഷെ സോമന്റെ പേരിൽ ഒരു പാട്ട് പിന്നെ എന്തിട്ടില്ല, മറ്റക്കര സോമന്റെ പേരിൽ ഒരു പാട്ട് പിന്നെ പുറത്തു വന്നില്ല. അതാണ് നമ്മൾ മുമ്പേ പറഞ്ഞത്, ആ മുളയിലെ നുള്ളിക്കളഞ്ഞ ആ ഒരു വാക്കിന്റെ ശക്തി. പക്ഷെ അതേ കാലം പിടിച്ചു വെക്കാൻ പറ്റില്ല. അത് അവരൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അതിനെ പുറത്തു കൊണ്ടുവന്ന ദൈവത്തിന് മഹത്വം. തീർച്ചയായിട്ടും ദൈവം വിശ്വസ്തനാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തില് അർഹതപ്പെട്ടതിനെ അവസാന ഈ നാഴികകളിലെങ്കിലും ഒന്ന് ഓർമ്മപ്പെടുത്തലായി നമുക്ക് പോലും ഈ ചാനൽ 1 സ്റ്റുഡിയോയിൽ നിന്ന് നമുക്കിത് കണ്ടപ്പോൾ ആ ഒരു നൊമ്പരം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായതുകൊണ്ട് അദ്ദേഹത്തെ ഒന്ന് പ്രസന്റ് ചെയ്യുവാനായിട്ട് ഒരുപാട് പേര് ഗൂഗിളിലും അവിടെ ഇവിടെയൊക്കെ സോഷ്യൽ മീഡിയയിൽ എഴുതുന്നുണ്ട്. പക്ഷെ അതൊന്ന് എടുത്ത് ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ചത് കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് നമ്മൾ ഈ എഫേർട്ട് എടുക്കുന്ന നിങ്ങൾ പ്രിയപ്പെട്ടവരെല്ലാം മാക്സിമം ഷെയർ ചെയ്ത് തീർച്ചയായിട്ടും എല്ലാ മലയാളിയുടെ അരികിലേക്കും ഈ പാട്ടുകൾ കേട്ടിട്ടുള്ള എല്ലാവരുടെയും അരികിലേക്ക് ഇത് എത്തിക്കണം. അങ്ങനെ ആരെങ്കിലും ഒക്കെ ഈ സോമൻ ചേട്ടനെ ഒന്ന് അന്വേഷിക്കുന്നെങ്കിൽ അതൊരു വലിയ തീർച്ചയായും. പിന്നെ മുഖ്യധാര മാധ്യമങ്ങൾ ഇതുവരെ അനങ്ങിയിട്ടില്ല. ഇല്ല, അവരനങ്ങിച്ചിട്ടാണ്, അവരനങ്ങത്തില്ല. അത് വലിയ പ്രസ്ഥാനങ്ങളെ പേടിച്ചിട്ടാണ്. വലിയ പ്രസ്ഥാനങ്ങളെ മുഖ്യധാര മാധ്യമങ്ങളൊന്നും ഇതുവരെ അനങ്ങിയിട്ടില്ല. അവർ റിപ്പോർട്ട് ചെയ്ത വലിയ ഭീഷണികളുണ്ടാവും. ഇവരൊക്കെ വലിയ വൻ വൃക്ഷങ്ങളാണ് അവർക്ക്. പക്ഷെ ദൈവത്തിന് അങ്ങനെ ഒന്നും ഇല്ലല്ലോ. ദൈവത്തിന് ഇപ്പൊ വലിയ വൻ ചെറിയൊന്നും ഇല്ലല്ലോ. ദൈവം എല്ലാവർക്കും ദൈവമാണ്. കാലം ആ നീതി തെളിയിച്ചു എന്നുള്ളതാണ്. അടുത്ത പാട്ട് സാറേ വളരെ പ്രശസ്തമായിട്ടുള്ള പാട്ടാണ്. ഞാനൊരു മ്യൂസിക് പ്രോഗ്രാമും കൂടെ ഞങ്ങൾ ചെയ്യുന്ന, സംഗീത ശുശ്രൂഷകൾ കൂടെ ഞങ്ങൾ ചെയ്യുന്ന ആളുകളാണ്. അപ്പം കൺവെൻഷൻ ആട്ടെ, ഒരു റിസപ്ഷൻ ആട്ടെ, ഒരു കല്യാണ വീടാട്ടെ, ഈ അലകടലും കുളിരലയും എന്നുള്ള പാട്ടില്ലാത്ത ഒരു പരിപാടി പോലും എന്തേയില്ല, അവിടെ ഒന്നുമില്ല. ഇപ്പോഴും ഈ പാട്ടുകളൊക്കെയാണ് ലൈവായിട്ട് ആളുകൾ പാടുന്നത്. വളരെ പ്രശസ്തമായിട്ട് പാട്ടാണ്. രസം സ്റ്റേജിൽ സുജാതയാണ് ഇദ്ദേഹത്തിൻ്റെ പാട്ടിൽ മുഴുവൻ പാടിയിരിക്കുന്നത്. സുജാത മോഹൻ സിംഗറാണ്. സകല ഗാനമേള ട്രൂപ്പുകളിലും എല്ലാ ഉത്സവങ്ങളിലും എല്ലാ വേദികളിലും പാടുന്ന പാട്ടാണ് അലകടലും. ഒഴിവാക്കാൻ കഴിയാത്ത പാട്ടുകൾ, നിറഞ്ഞു നിന്ന പാട്ടുകളാണ്. അതായത് ഈ മറ്റക്കര സോമൻ പാട്ടിനൊന്നും മതമില്ല എന്നുള്ളതാണ്. മതമില്ലാത്ത പാട്ട് എല്ലാവരും പാടും. അത് ജാതി മത ഭേദമന്യേ എല്ലാ മനുഷ്യരും ഏറ്റുപാടി. സാറേ, ഞാൻ ഗാനമേളയിൽ പാടിയിട്ടുണ്ട്. ഈ പല അമ്പലങ്ങളിലും ക്രിസ്മസ് ടൈമിലെ ഗാനമേളയ്ക്ക് ആദ്യം പാടുന്ന പാട്ട് ഏതെന്നറിയോ? യഹൂദിയായാലും ഒരു ഗ്രാമത്തിൽ നിന്നുള്ള പാട്ടാണ്. ഒത്തിരി പേർക്ക് അറിയാം. അത് ഈ സ്ഥിരം അത് പാടുന്ന ഒത്തിരി ഗായകരുണ്ട്. ഏത് അമ്പലമാണെന്ന് പറഞ്ഞാലും അവിടുത്തെ ആദ്യത്തെ പാട്ട് ക്രിസ്മസ് സമയമാണെന്നുണ്ടെങ്കിൽ യഹൂദിയായാലും ഒരു ഗ്രാമം. അതാണ് മതമില്ലാത്ത പാട്ടുകളാണ് മറ്റക്കര സോമൻ. എല്ലാവരെയും സ്വീകാര്യരാക്കി തീർത്തൊരു വരികളായിരുന്നു. അലകടലും സ്തുതി ഒന്ന് കേട്ടിയാലോ? അലകടലും കുളിരലയും മലർനിരയും നാഥനെ വാഴ്ത്തുന്നു. അലകടലും കുളിരലയും മലർനിരയും നാഥനെ വാഴ്ത്തുന്നു. കുളിർചന്ദ്രികയും താരാപഥവും കുളിർചന്ദ്രികയും താരാപഥവും നാഥന്റെ നന്മകൾ വാഴ്ത്തുന്നു. നാഥന്റെ നന്മകൾ വാഴ്ത്തുന്നു. അലകടലും കുളിരലയും മലർനിരയും നാഥനെ വാഴ്ത്തുന്നു. വളരെ മനോഹരമായ വരികളാണ്. ഞാൻ ഈ വരി കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിൽ തോന്നി എന്നാന്നറിയോ, ഈ ക്രിസ്തു വിശ്വാസികളായിട്ടുള്ള അവർക്ക് പോലും ഉണ്ട് ഇത്രയും മർമ്മങ്ങളൊന്നും അറിയുന്നില്ലേ? പല ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്നവർക്ക് പോലും അറിയാത്ത ബൈബിളിന്റെ ആഴങ്ങളിൽ നിന്നുള്ള വാക്കുകളാണ് അദ്ദേഹം കോറിയിട്ടുണ്ട്. കുന്നുകളും മലകളും എല്ലാം കർത്താവിനെ സ്തുതിക്കും തന്നെ. കടൽ സ്തുതിക്കും, കര സ്തുതിക്കും, എല്ലാം കർത്താവിനെ. അത് പാട്ടാക്കിയത്. ഇതൊക്കെ ഈ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് എങ്ങനെ തീർന്നില്ല പിന്നെയുണ്ട്. ആനന്ദ നീലാകാശ വിധാനം കരവിരുതല്ലേ. അതായത് ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്ന ഒരു വാക്യമുണ്ട്.
അത് തന്നെയാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ആനന്ദമീലാകാശവിധാനം കന്യാതനയാദിൻ കരവിരുതല്ലേ അനന്യസുന്ദരമീ മഹീതലം അത്യുന്നതാദിൻ വരദാനമല്ലേ അലകടലും. അങ്ങനെയാണ് എഴുത്ത്. അതായത് പ്രകൃതി മുഴുവൻ ദൈവത്തിന്റെ സൃഷ്ടിയാണ് എന്നുള്ളത് തന്നെയാണ്. എനിക്ക് തോന്നുന്നത് നിശ്ചയമായിട്ടും യാക്കോബേ പുള്ളി ഒരു രഹസ്യ ശിഷ്യനായിരിക്കും, സീക്രട്ട് ശിഷ്യനായിരിക്കും. അല്ലെങ്കിൽ അദ്ദേഹം ഇത് വചനം വായിച്ചിട്ടുണ്ടാകും. കാരണം ഇന്ന് ക്രിസ്ത്യാനികൾക്ക് അറിയാൻ കഴിയാത്ത ചില വചനഭാഗങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ വരികളിൽ കോറിയിട്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ റെഗുലറായി ചർച്ചകളിലൊക്കെ പോകുന്ന സാധാരണ ആൾക്കാർ കേട്ടിട്ടില്ലാത്ത ചില വാക്ക് ശകലങ്ങൾ അദ്ദേഹത്തിന് കേൾക്കുന്നത് കടം മാറ്റുന്ന, രോഗം മാറ്റുന്ന മാത്രമല്ല, നമ്മൾ അത്ഭുതം ചെയ്യുന്ന രോഗിയെ സൗഖ്യമാക്കുന്നു, കടമാറ്റ ലോൺ അടയ്ക്കുന്ന ഇങ്ങനെയൊക്കെ പിള്ളേർക്ക് അഡ്മിഷൻ മേടിച്ചു കൊടുക്കുന്ന ദൈവം. ഇദ്ദേഹം വചനത്തിന്റെ ആഴങ്ങളിലെ ചില വരികൾ അദ്ദേഹത്തിന്റെ വരികളിൽ കോറിയിട്ടിരിക്കും. നിശ്ചയമായിട്ടും അദ്ദേഹം വചനം ധ്യാനിച്ചു. പാട്ട് എഴുതണോ, വചനം ധ്യാനിക്കണം. നല്ലൊരു പ്രഭാഷകന് നന്നായി പ്രസംഗിക്കണമെങ്കിൽ വചനം നന്നായി ധ്യാനിച്ചാലേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് പറയാം ദൈവം വിടുവിക്കും, സൗഖ്യമാക്കും, മുടന്ത് മാറ്റും എന്ന് പറയാനേ പറ്റുള്ളൂ. മർമ്മങ്ങൾ അറിയണമെങ്കിൽ വചനം ധ്യാനിച്ചാലേ പറ്റുള്ളൂ. അപ്പൊ ഇതുപോലൊരു പാട്ട് എഴുതണമെങ്കിൽ നിശ്ചയമായിട്ടും നന്നായി വചനം ധ്യാനിച്ചിട്ടുണ്ട്, മെഡിറ്റേറ്റ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ എഴുതാൻ കഴിയത്തില്ല. പക്ഷെ അദ്ദേഹത്തിനോട് കാലഘട്ടം ചെയ്തതും സമൂഹം ചെയ്തതും ചില വ്യക്തികൾ ചെയ്തതും വളരെ അപരാധകരമായ, പക്ഷെ ദൈവം എന്ന് പറയുന്ന കാലത്തിന്റെ കാവ്യനീതി എന്ന് പറയുന്നത് പോലെ ദൈവത്തിന്റെ സമയത്ത് വെട്ടുക്കളിയും തുള്ളനും തിന്നു കളഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ സംവത്സരങ്ങളെ ഞാൻ തിരിച്ചു തരും. ഹബക്കൂക്കിന്റെ ലേഖനത്തിൽ പറയുന്നു. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നവരോടും പറയുമല്ലേ സാറേ, നഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊക്കെ തിരിച്ചു തരാൻ ദൈവം ശക്തനാണ്. ഇത് ഈ വരികൾ ഇപ്പൊ പാടുന്ന കൂട്ടത്തിൽ ഇപ്പൊ യാക്കോ പറഞ്ഞത് ഇതൊരു വാസ്തവമായ കാര്യമാണ്. കാലഘട്ടത്തിന് മറച്ചു വെക്കാൻ കഴിയാതെ കാലയവനികയുടെ പടി കടന്നു ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞിരുന്ന ചില ഓർമ്മയുടെ ഏടുകളിൽ നിന്ന് അതിനെ തപ്പിയെടുത്ത് കൊണ്ടുവന്ന് ഇന്ന് പ്രസന്റ് ചെയ്യാൻ ഞങ്ങളെ പോലെ ഉള്ള ആരെയെങ്കിലും ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് ദൈവമാക്കിയെങ്കിൽ അതിന് പിന്നിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് ഇന്ന് കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിലാണെങ്കിലും നിങ്ങളുടെ അവകാശങ്ങളൊക്കെ എവിടെയെങ്കിലും അറുത്ത് മോഷ്ടിക്കപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ മടങ്ങി വരും. നിങ്ങളുടെ അർഹിക്കപ്പെട്ട അർഹതകൾ, സ്വീകാര്യതകൾ, മാന്യതകൾ ലഭിക്കാതെ പോയിട്ടുള്ള ഏതെങ്കിലും സാഹചര്യങ്ങളുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം നിങ്ങളെ മാനിക്കും. നിങ്ങൾക്ക് അർഹതപ്പെട്ടത് എവിടെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിലും നിങ്ങളെ തേടി വരും. അല്ലെങ്കിൽ ദൈവം അത് കൊണ്ടുവരും. ആര് നിങ്ങളെ അടക്കി വെച്ചാലും അത് തിരിച്ചു തരുവാൻ ഇന്ന് മുമ്പേ വചനം പറഞ്ഞ പോലെ പച്ചപ്പുഴവോ തുള്ളനോ വെട്ടിക്കിളിയോ കാർന്നെടുത്ത് നിങ്ങളുടെ ജീവിത സംവത്സരങ്ങളെ ദൈവം മടക്കി തരും. കാരാഗ്രഹത്തിൽ നിങ്ങളെ അടച്ചാലും ചെങ്ങല കൊണ്ട് ബന്ധിച്ചാലും നിങ്ങളുടെ ജീവിതത്തിൽ ഓർമ്മ പോലും ഇല്ലാതാക്കാൻ നിങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങൾ അതിനുള്ളിൽ നിന്ന് ഒരു ഫീനിസ് പക്ഷിയെ പോലെ പറന്നുയരും. ലോകം നിങ്ങളെ കാണും, നിങ്ങൾക്ക് വേണ്ടുന്ന മാന്യത തരും. തീർച്ചയായിട്ടും. അങ്ങനെയാണെങ്കിൽ അടുത്ത പാട്ടിലേക്ക് ഞാൻ പെട്ടെന്ന് പോവുകയാണ്. കാര്യം സാറ് പറഞ്ഞ വാക്കുകളുമായി വളരെ കണക്ട് ചെയ്ത് നിൽക്കുന്ന പാട്ടാണ് അദ്ദേഹം അടുത്ത് എഴുതിയിരിക്കുന്നത്. ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കും ദിവ്യകാരുണ്യമേ, തളരുമൻ മനസ്സിന് പുതുജീവൻ നൽകും സ്വർഗീയ ഭോജനേ. ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കും ദിവ്യകാരുണ്യമേ, തളരുമൻ മനസ്സിന് പുതുജീവൻ നൽകും സ്വർഗീയ ഭോജ്യമേ. മാലാഖമാരുടെ ഭോജനമേ, സ്വർഗീയ ഭോജനമേ. തളരുമൻ മനസ്സിന് പുതുജീവൻ നൽകും സ്വർഗീയ. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം തളർന്നു പോയെങ്കിലും ഈ പാട്ട് കേൾക്കുന്ന ഒരുപാട് ആളുകൾക്ക് 10-30 വർഷമായി എത്രയോ ബലം തന്നിട്ടാണ് അദ്ദേഹം പോയത് എന്നുള്ളത്. പൗലോസ് അപ്പോസ്തലനൊക്കെ പറയുന്ന പോലെ ഞാൻ കഷ്ടതയിലായിരിക്കുന്നെങ്കിലും അല്ലെങ്കിൽ ഞാൻ ദാരിദ്ര്യത്തിലായിരിക്കുന്നു അനേകരെ സമ്പന്നമാക്കുന്നു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വരികൾ പലരെയും ബലപ്പെടുത്തുവാനും ശക്തീകരിക്കുവാനും ദൈവം ഇടയാക്കി തീർത്തിട്ടുണ്ട്. എൻ്റെ മനസ്സിലൊരു വലിയ ആഗ്രഹം തോന്നുന്നത് എന്നാന്ന് വെച്ചാൽ ഇന്നിപ്പോൾ പബ്ലിക്കിലേക്ക് ഇതിപ്പോൾ ഈ വരികളും ഈ പാട്ടുകളും രചയിതാവും ഒക്കെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഇതിന് പിന്നിൽ അറിയാതെയോ അറിഞ്ഞോ ഒക്കെ പ്രവർത്തിക്കപ്പെട്ടവരുടെ ഹൃദയത്തിലും ചിലപ്പോൾ ദൈവം
തീർച്ചയായിട്ടും ഒരു അനുകമ്പ. സാറേ, എൻ്റെ ഒരു റിക്വസ്റ്റ് ഞാൻ പറയാണ്. ചാനൽ അവർക്ക് തെറ്റ് ചാനൽ വണ്ണോട് എൻ്റെ റിക്വസ്റ്റ് അറിയുക, മറ്റക്കര സോമൻ എന്ന് പറഞ്ഞ വ്യക്തിയെ നിങ്ങൾ ഈ ഫ്ലോറിൽ കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. കഴിയുമെങ്കിൽ എത്രയും വേഗം തന്നെ പ്രിയ സോമൻ ചേട്ടനെ തീർച്ചയായിട്ടും ഞങ്ങൾ എവിടെയാണെങ്കിലും തപ്പിപ്പിടിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇത്രയും അനുഗ്രഹീതമായ ഗാനസമാഹാരം ചാനൽ വണ്ണിന്റെ കാണുന്ന വ്യൂസ് എല്ലാം അതിൽ സാറിന്റെ കൂടെ ഉണ്ടാവണം. നിങ്ങളൊന്ന് ഷെയർ ചെയ്തു പോയാൽ അദ്ദേഹത്തിന് അതൊരു നന്മയായി, അനുഗ്രഹമായി. അദ്ദേഹത്തിന്റെ ഈ സായാഹ്ന കാലഘട്ടങ്ങള് അദ്ദേഹത്തിന്റെ ശവക്കുഴി തോണ്ടുവാൻ കാത്തിരുന്ന ശത്രുവിനുള്ള മറുപടി, കാലം കൊടുത്ത മറുപടിയായി അത് തീരും. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു നന്മയ്ക്ക് ഇത് കാരണമായി തീരണമെന്നുള്ള ഹൃദയാഗ്രഹത്തോടെയാണ്. ശരിയും ആക്ച്വലി ഞങ്ങൾക്ക് വളരെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവുമുണ്ട്. കാരണം ഇത്ര കാലഘട്ടങ്ങൾ ലോകം ഏറ്റെടുത്ത ഈ വരികൾ രചിക്കുവാൻ പ്രിയ സോമൻ ചേട്ടനെ ദൈവം സഹായിച്ചല്ലോ. അതിന് ദൈവത്തിന് നന്ദി, നിങ്ങളോടും പ്രത്യേകം നന്ദി. പിന്നെ കാലം നിങ്ങളോട് കാണിച്ച ക്രൂരതയ്ക്ക് ഞങ്ങൾ മാപ്പും പറയുകയാണ്. കാരണം ക്രൈസ്തവ സമൂഹം മാപ്പ് പറയണം. നമ്മളൊക്കെ അതിനകത്ത് കുറ്റക്കാരാണ്. അറിഞ്ഞിരിക്കും മുൻപേ അറിയേണ്ടതായിരുന്നു. കാര്യം ഇതിന് പിറകിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു അപ്രമാദിത്യമാണ് ഇതിൻ്റെയൊക്കെ മുൻപിൽ. പക്ഷേ അവരൊന്നും അറിഞ്ഞില്ലല്ലോ അവർക്കും അവസാനം ഉണ്ടാകുമെന്ന് അവരും മനസ്സിലാക്കിയില്ല. അവരുടെയും നിത്യയൗവനമൊക്കെ നഷ്ടപ്പെട്ടു പോയല്ലോ. ഇന്ന് ആ കാസറ്റ് കമ്പനിയൊന്നും ഇല്ല, നിലവിലില്ല, അതൊന്നുമില്ല. പക്ഷെ ഹൈക്കോടതിയിൽ നിന്ന് പ്രത്യേകം അനുവാദമൊക്കെ വാങ്ങിച്ച് പേറ്റന്റും സാറ്റലൈറ്റ് റൈറ്റും ഒക്കെ കൃത്യമായിട്ട് മേടിക്കുന്നുണ്ട്. അതൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട് ഇപ്പോഴും കൃത്യമായിട്ട്. തീർച്ചയായിട്ടും എൻ്റെ ഒരു റിക്വസ്റ്റാണ് ചാനൽ വണ്ണിൻ്റെ പ്രേക്ഷകരോടും ഇനി ഈ പ്രോഗ്രാം കാണുന്നവരോടൊക്കെ, ഈ മറ്റക്കര സോമൻ എന്ന് പറഞ്ഞ വ്യക്തിയെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തെ ഈ വേദിയിൽ നമുക്ക് കൊണ്ടുവരണം. അദ്ദേഹത്തിൽ നിന്ന് തന്നെ ഈ പാട്ടുകൾക്ക് എഴുതിയ ചരിത്രങ്ങൾ കേൾക്കാൻ സാധിച്ചാൽ എത്ര വലുതായിരിക്കും. എനിക്കും ഒരു ആഗ്രഹം അദ്ദേഹത്തിന് മുമ്പിൽ ഇരുന്ന് പാടണമെന്ന്. നിങ്ങൾ എത്രയും പെട്ടെന്ന് അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കും. സാർ, അടുത്തൊരു പാട്ടെന്ന് പറഞ്ഞാൽ ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. ദൂരെ നിന്നും മരുഭൂവിൻ വഴികളിലൂടെ ഒരു കാലിത്തൊഴുത്തു തേടി 3 രാജാക്കന്മാരെത്തി. സോങ്സ് ആണ്. ഞങ്ങൾ പലപ്പോഴും ഈ ജഡ്ജിങ് ചെയ്യാനായിട്ട് പോകും. ക്യാമ്പിലൊക്കെ പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 2 ടീമെങ്കിലും ഈ പാട്ട് മത്സരിക്കാൻ പാടാണ്. കുറഞ്ഞത് ഒരു 10 ടീം മത്സരിച്ചാൽ ഒരു 2 ടീമെങ്കിലും ഈ പാട്ട് മത്സരിക്കാൻ പാടാറുണ്ട്. ഈ ദൂരെ നിന്നും. ഇതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ സാറേ, ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വാല്യൂ ഉള്ള പാട്ടുകളിൽ ഒന്നാണ് സ്നേഹപ്രതീകത്തിലെ പാട്ടുകൾ. അങ്ങനെ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ മതമില്ലാത്ത പാട്ടുകളിൽ പ്രധാനപ്പെട്ട പാട്ടുകളും സ്നേഹപ്രതീകത്തിലെ പാട്ട്. അങ്ങനത്തെ കുറേ പാട്ടുകളുണ്ട്. പക്ഷെ എന്നാലും അതിൽ ഏറ്റവും പോപ്പുലറായിട്ട് നിൽക്കുന്ന, അപ്പം നമ്മളിവിടെ മുമ്പേ പാടി ഇസ്രായേൽ നാഥനായി വാഴും, അതൊന്നും മതമില്ലാത്ത പാട്ടുകളാണ്. ഈ ഇപ്പോൾ ചെയ്യുന്ന ക്രിസ്മസ് ഗാനങ്ങളൊക്കെ ഒരു ക്രിസ്മസ് കഴിയുമ്പോൾ അത് മറഞ്ഞു. ആ ക്രിസ്മസിന് തന്നെ മറന്നു. പിന്നെ ഇപ്പോഴാരെങ്കിലും ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞ ഒരു 10-15 വർഷത്തിനുള്ളിൽ എഴുതി ഏതെങ്കിലും പാട്ട് ഒരു പാട്ട് പോലും ഇല്ല. പക്ഷെ എല്ലാ ക്രിസ്മസ് രാവുകളിലും ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് രസം എന്താ അറിയോ? ഇനി അല്ലാത്തൊരു സമയത്ത് നമ്മൾ ഈ പാട്ട് കേട്ടാൽ ക്രിസ്മസ് ഓർമ്മ. ക്രിസ്മസിന്റെ ഒരു എന്നെ പറയുന്ന ഒരു സിഗ്നേച്ചറായി മാറിയിരിക്കും. നമ്മളിപ്പോ ഒരു ഓണത്തിന്റെ സമയത്താണെങ്കിൽ പോലും ഇപ്പം ദൂരെ നിന്നും ഒക്കെ കേട്ടാൽ അന്ന് നമ്മുടെ മനസ്സിൽ ഒരു സ്റ്റാറും ഒരു സാന്താക്ലോസും ഒരു ക്ലബിലെ പാട്ടുകാരും ഒക്കെ ഓർമ്മയിലേക്ക് ഓടി വരും. എത്ര ശരിക്കും പറഞ്ഞാൽ ആ മനുഷ്യനെ ദൈവം എത്ര മനോഹരമായി ഉപയോഗിച്ചു എന്നുള്ളതാണ്. മതിയല്ലോ, എന്തിനാ ഒത്തിരി ഒരുപാട് പാട്ട് എഴുതി നാളെ എഴുതുന്നതിൽ നല്ലത് 10 പാട്ട് കൊണ്ട് ലോക ചരിത്രത്തിൽ അതൊക്കെ ഇവിടം പിടിച്ചിരിക്കും. ഇനി അതിനകത്ത് സംശയമില്ല. ആരൊക്കെ മൂടി വെച്ചാലും അദ്ദേഹം പുറത്തു വന്നു. ഇനി ആർക്കും മൂടി വെക്കാൻ കഴിയത്തില്ല. തീർച്ചയായും അദ്ദേഹം ചരിത്രത്തിന്റെ ഹിസ്റ്ററിയുടെ ഭാഗമായി ക്രിസ്മസിൽ മലയാളികൾ ഉള്ള കാലത്തോളം ഇത് ഓർമ്മപ്പെടുത്തുന്ന ഒരു വരികളായി, പാട്ടുകളായി അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ അറിയപ്പെടണം. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം സാറേ ഈ പാട്ടുകളെ കുറിച്ചൊന്ന് സംസാരിക്കാൻ ഇനി നമ്മളെ ആരെങ്കിലും വിളിച്ച് ഭീഷണിപ്പെടുത്തുമെന്നുള്ളതാണ്. ഇത് ഞങ്ങളെ ആരും നിർബന്ധിച്ചിട്ട് ചെയ്തതൊന്നുമല്ല. ഇതിന്റെ റിയാലിറ്റി, ഇതിന്റെ യാഥാർത്ഥ്യം ഞങ്ങൾ കണ്ടെത്തിയപ്പോൾ ഉണ്ടായ വേദനയിൽ നിന്ന്
ഒരു മനുഷ്യന്റെ ആ നൊമ്പരം, അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ വേദന ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് പകരപ്പെട്ടത് കൊണ്ട് അത് ഇങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചു. അദ്ദേഹം അറിയുന്ന പോലും ഉണ്ടാകുന്നു, ഒരിക്കലല്ലോ അദ്ദേഹം അറിയുന്ന പോലും ഇല്ല ഇതിങ്ങനെ നമ്മളിപ്പോൾ ഈ ഫ്ലോറിലിരുന്ന് ഇത് ചെയ്യുമ്പോൾ. പക്ഷെ അദ്ദേഹത്തെ അടുത്ത ദിവസങ്ങളൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഞങ്ങളിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. മറ്റക്കര നമ്മുടെ പ്രിയ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, എബി, അതുപോലെ പ്രിയ സഹോദരങ്ങൾ, നിങ്ങളൊക്കെ അറിയുമെങ്കിൽ ഒന്ന് കണക്ട് ചെയ്ത് തരണം നമുക്ക്. അദ്ദേഹത്തെ മറ്റക്കരയുള്ള പ്രിയ ഓഡിയൻസ് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ സോമചേട്ടനെ ഒന്ന് പരിചയപ്പെടുത്തി തരണം. നമുക്ക് അദ്ദേഹത്തെ ഒരു ഇന്റർവ്യൂ ചെയ്ത് അദ്ദേഹത്തിന്റെ പൊതുമധ്യത്തിലേക്ക് അദ്ദേഹത്തിന്റെ ശ്രദ്ധയെ ഒന്ന് എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് തന്നെയല്ല, ഇനിയും സായാഹ്ന കാലത്ത് ഇനിയും അദ്ദേഹത്തിന്റെ നിക്ഷേപങ്ങളിൽ നിന്ന്, അദ്ദേഹത്തിന്റെ ആ നിധി നിക്ഷേപങ്ങളിൽ നിന്ന് മനോഹരമായ വരികൾ വിരിയുവാൻ ഒരു അവസരം ഒരുങ്ങിയെങ്കിലും അതുകൂടി ഒരു വലിയ കാര്യമാണ്. ഈ സായാഹ്ന സമയത്തിന് അദ്ദേഹത്തിന് ഇതുപോലെ എഴുതിയ ഒരു മനുഷ്യന് നിശ്ചയമായിട്ടും ഇനിയും ചരിത്രത്തിൽ ഓർമ്മപ്പെടുത്തുന്ന വരികളെ കുറിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ വിശ്വാസം. സാർ, ഇനി ഈ പാട്ടുകൾ ഒരൊറ്റ പ്രത്യേകതയും കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഏതൊരു ഭക്തിഗാനം എടുത്താലും ആ ഭക്തിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എന്തെങ്കിലുമൊക്കെ വാക്കുകൾ അതിനകത്ത് ഉപയോഗിക്കും. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ക്രിസ്ത്യൻ പാട്ടുകൾ എടുത്താൽ തന്നെ അതിനകത്ത് കുന്തിരിക്കം, കാസ, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒത്തിരി പദങ്ങളുണ്ട്, അഭിഷേകം, ആത്മാവ്, ഇങ്ങനത്തെയുള്ള ഒരു മതവൽക്കരണ വാക്കുകളും എന്തുണ്ടായിരുന്നില്ല. ഈ 10 പാട്ടുകളും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ഒരു പാട്ട് പ്രകൃതിയെക്കുറിച്ചാണെങ്കിൽ, ഒരു പാട്ട് യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ്, ഒരു പാട്ട് ആ യഹൂദിയ എന്ന് പറഞ്ഞ ഗ്രാമത്തെക്കുറിച്ചാണ്. അങ്ങനെ എത്ര വ്യത്യസ്തമാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ. ഈ രചനയുടെ ഒരു വലിയ വൈദഗ്ധ്യം അത് വളരെ വലുതാണ്. തീർച്ചയായും സാറ് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇനിയും വലിയ പാട്ടുകൾ എഴുതാൻ സാധിക്കുമെന്ന്. അല്ല, 10 പാട്ടുകളൊക്കെ ഒരാൾ എഴുതുമ്പോൾ എങ്ങനെയാണ് ചില റിപ്പീറ്റേഷനും അല്ലെങ്കിൽ ഒരു വാക്കെങ്കിലും വരും, പിന്നെ ഒരു സാമ്യങ്ങളൊക്കെ വരും പരസ്പരം. ആ പാട്ടുകൾ ഒരേ ട്യൂൺ ബേസ്ഡ് ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു നമ്മൾ 42 പല പാട്ടുകളിലും പല സാമ്യമുണ്ട്. ഞങ്ങളിപ്പോൾ ഏകദേശം 42 പാട്ടുകൾ ഞങ്ങൾ കമ്പോസ് ചെയ്ത് പൗർഷൻ ടിവിക്ക് വേണ്ടി ഞങ്ങൾ ചെയ്ത പാട്ടുകളുണ്ട്. അതും ഈ പറഞ്ഞ പോലെ ഹിസ്റ്ററി ആരൊക്കെയോ അടക്കി വെച്ചു. ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു അതൊക്കെ തിരിച്ചു വരും. അത് ചരിത്രം, ഈ കാലഘട്ടത്തിനും പുതുമ നൽകുന്ന മനോഹരമായ വരികളായിരുന്നു ആ പാട്ടുകൾ. ഞാൻ ഇപ്പോഴും അത് ഓർക്കുന്നു. അത് എന്ത് നമ്മൾ എത്രയോ രൂപ മുടക്കി വളരെ മനോഹരമായി സ്റ്റുഡിയോ ചെയ്ത, പക്ഷെ അതൊന്നും വെളിച്ചം കാണാൻ ചില സ്വാർത്ഥ താല്പര്യങ്ങൾ ഇടയാക്കിയില്ല. പൗർഷൻ ചാനൽ അവരും കാണിച്ചില്ല, അവരും പക്ഷെ കാലഘട്ടങ്ങൾക്ക് ശേഷം അതിനൊക്കെ ജീവൻ വെക്കുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നമ്മുടെയൊക്കെ ഓർമ്മകളിൽ ഇതുപോലെ നൊമ്പരം ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഈ സോമചേട്ടന്റെ കാര്യമായിട്ട് ഹൃദയത്തിലൊരു വേദന. അതെനിക്ക് മനസ്സിലായത് തീർച്ചയായിട്ടും. അതുകൊണ്ട് നിശ്ചയമായിട്ടും ഇദ്ദേഹത്തിനെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങളെ ഓരോരുത്തരെയും ഷെയറും, നിങ്ങൾ ഓരോരുത്തരും ഇത് പങ്കുവയ്ക്കുകയും ഒന്ന് സ്മരിക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കും. ഈ ഷെയർ പറയുമ്പോൾ തന്നെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ആയിട്ടൊക്കെ നമ്മുടെ ഈ ലിങ്ക് പോസ്റ്റ് ചെയ്യണം, സ്റ്റോറി ആയിട്ട് ഷെയർ ചെയ്യണം. കാര്യം ഒരാളെങ്കിലും ഇത് കണ്ടാൽ ഇതിനകത്തുനിന്നൊക്കെ ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത് സുവിശേഷം തന്നെയാണ്. സുവിശേഷം ഏത് വ്യക്തി, സാറ് മുമ്പേ പറഞ്ഞ പോലെ എത്ര മറയപ്പെട്ടു പോയാലും, എത്ര തഴയപ്പെട്ടു പോയാലും സമയമാകുമ്പോൾ അതിനെ ദൈവം തിരിച്ചെടുക്കും. ഇല്ല സാറേ, അത് സംശയമില്ലാത്ത കാര്യം. നീതിമാന്റെ അവകാശം നീതിമാന്റെ അവകാശത്തിൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കില്ല. ദൈവം അത് ഉടച്ചു കളയും, അവരെ പുറത്തു കൊണ്ടുവരും. ഏത് അവസ്ഥയിൽ അടച്ചാലും കാരാഗ്രഹത്തിൽ നിന്നും പുറത്തു കൊണ്ടുവരും. കാരാഗ്രഹത്തിന്റെ വാതിലുകളെയൊക്കെ അവൻ തകർത്തുകൊണ്ട് അവനെ പുറത്തു കൊണ്ടുവരും. ഇന്ന് അതുകൊണ്ട് ഈ മനോഹരമായ ഈ വരികളും ഈ സോമചേട്ടനെ ഞങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ ഇതുപോലുള്ള ജീവിത സാഹചര്യങ്ങൾ പെട്ട ആയിരക്കണക്കിന് ആൾക്കാർ ചിലപ്പോൾ പല സാഹചര്യങ്ങളിലും കാണാം. നിങ്ങൾക്കും നിശ്ചയമായും കോണ്ടാക്ട് ചെയ്താൽ നാളുകളിൽ നിങ്ങളെയും ഇതുപോലെ ഒന്ന് പരിചയപ്പെടുത്തുവാനും നിങ്ങളുടെ മനോഹരമായ രചനകൾ പുറത്തു കൊണ്ടുവരാനും നമ്മൾ ശ്രമിക്കും. അതിനുവേണ്ടി ഞങ്ങൾ ഒരുമിച്ച് നിങ്ങളോടൊപ്പം നിൽക്കും. തീർച്ചയായിട്ടും സോമചേട്ടൻ്റെ വളരെ മനോഹരമായ ഒരു പാട്ടിന് 2 വരി പാടി നമുക്ക് കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടി സാർ 2 വാക്ക് പ്രാർത്ഥിച്ച് നമുക്ക് ഈ മീറ്റിംഗ്, ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത എപ്പിസോഡ് ഉറപ്പായിട്ട് ഞാൻ വിശ്വസിക്കുന്നു ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് മറ്റക്കര സോമൻ എന്ന് പറഞ്ഞ ആ മഹാനായ എഴുത്തുകാരനെ ചാനൽ 1 ഫ്ലോറിലൂടെ, എനിക്ക് തോന്നുന്നത് ലോകത്ത് ഇതുവരെ ഒരു മീഡിയയിൽ അദ്ദേഹം വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഫസ്റ്റ് വൺ നമുക്ക് അവതരിപ്പിക്കാൻ അവസരം ഉണ്ടാകട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു. മുമ്പേ പാടിയ പാട്ട് തന്നെ ഉണരൂ മനസ്സേ, പകരൂ ഗാനാമൃതം, തെളിയൂ തിരികളെ രാജരാജ സന്നിധി. ഉണരൂ മനസ്സേ, പകരൂ ഗാനാമൃതം, തെളിയൂ തിരികളെ രാജരാജ സന്നിധി. മനോഹരമായ 10 പാട്ടുകൾ നമ്മൾ പ്രസന്റ് ചെയ്തല്ലേ. തീർച്ചയായിട്ടും ദൈവം ഞങ്ങൾക്കും അങ്ങനെ ഒരു അവസരം നൽകി.
അതിന് ദൈവത്തിന് നന്ദി പറയുക. ഇന്ന് ഓഡിയൻസ് കേട്ടിരുന്ന എല്ലാ മാന്യ സഹോദരങ്ങൾ, സഹോദരിമാർ, സഹോദരന്മാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, പ്രിയപ്പെട്ടവർക്കെല്ലാം ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള സ്നേഹം ഞങ്ങൾ ഓർപ്പിക്കുകയാണ്. ഇത് ഇരുകൈയിൽ നീട്ടി നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നോ എന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം. നിങ്ങളത് റെസ്പോണ്ട് ചെയ്യുകയും ചെയ്യുമെന്ന് ഞങ്ങൾക്കറിയാം. കർത്താവ് നിങ്ങളെ അതിനെ സഹായിക്കട്ടെ. അപ്പോൾ തന്നെ പ്രിയ സ്വാമിചേട്ടന് ഞങ്ങൾ 1000 നന്ദി രേഖപ്പെടുത്തുകയാണ്. ക്രിസ്തീയ ലോകത്തിന് അല്ലെങ്കിൽ മലയാള സമൂഹത്തിന് ഇത്ര മനോഹരമായ ക്രിസ്മസ് ഗാനങ്ങൾ രചിച്ച് അതും ക്രിസ്തുവിനെ ഉയർത്തിക്കൊണ്ട് ചെയ്ത നിങ്ങളെ ദൈവം മാനിക്കും. ലോകം നിങ്ങളെ തഴഞ്ഞാലും ദൈവം നിങ്ങളെ മാനിക്കും. ഞങ്ങളുടെ സ്നേഹവും നിങ്ങളെ അറിയിക്കുന്നു. ഇനിയും അനേക സാഹചര്യങ്ങൾ, ഗാനങ്ങൾ എഴുതുവാനും നിങ്ങൾ മീഡിയയുടെ മുൻപിലേക്ക് വരുവാനും ഞങ്ങളുടെ ചാനൽ 1ലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. അത് ഞങ്ങൾ അന്വേഷിക്കുന്നു. ഇനി അഥവാ അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ മീഡിയ നിങ്ങളെ വന്ന് തപ്പിയെടുത്ത് നിങ്ങളെ പ്രസന്റ് ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ദൈവം നിങ്ങളിലൂടെ വലിയ കാര്യങ്ങൾ ഇനിയും ചെയ്യും. യേശു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ എന്ന തിരുവചനം പറയുന്നു. ആ കർത്താവ് ഇന്നും ജീവിക്കുന്നുള്ളത് കൊണ്ട് അവന്റെ ജീവനുള്ള സാക്ഷ്യമായി തീരുവാൻ ഇടയാകും ഇന്ന് ഈ ചെയ്യുന്ന ശുശ്രൂഷ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് കണ്ടിരുന്ന ഓഡിയൻസിനെയും പ്രിയ സ്വാമിചേട്ടനെയും അനുഗ്രഹിക്കാൻ ഞങ്ങൾ ഉപയോഗിക്കുകയാണ്. യാക്കോബിനായി പ്രത്യേകം നന്ദി. ഞാനിത് പറഞ്ഞപ്പോൾ സാധാരണ ഗായകരൊക്കെ ആണെങ്കിൽ 1-2 വട്ടം ചിന്തിച്ചാണ് എന്തിനാവശ്യമില്ലാത്ത റിസ്ക് എടുക്കുന്നത്. നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ വള്ളി എടുക്കണോ സാറേ എന്ന് ചിന്തിക്കും. പക്ഷെ താൻ പറഞ്ഞു എന്താണെങ്കിലും ഒരു മനുഷ്യന്റെ അദ്ദേഹത്തിനെ ദൈവം ഉപയോഗിച്ചത്, ലോകം അദ്ദേഹത്തെ അറിയാതെ പോയെങ്കിലും നമുക്ക് കഴിയുന്ന ഒരു ചെറുവിരലെങ്കിലും അനക്കാൻ കഴിയുന്നെങ്കിൽ അത് ശത്രുത വന്നാലും അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ എതിർപ്പ് ഉന്നയിച്ചാലും വിമർശനങ്ങൾ വന്നാലും ഒരു വിവാദമുണ്ടായാലും വേണ്ടില്ല, നമുക്കതൊന്ന് അവതരിപ്പിക്കാം എന്നുള്ളൊരു തൻ്റെ ഇടം, ഒരു ധൈര്യം കാണിച്ചു. പലരും തങ്ങളുടെ കരിയർ ഓർക്കുമ്പോൾ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത പള്ളി പിടിക്കുന്നതെന്നൊക്കെ ചിന്തിക്കും, അല്ലേ? സുധം യാക്കോബിനെ ദൈവം മാനിക്കട്ടെ. ഇത് തന്റെ കരിയറിൽ ഒരു ബ്രേക്ക് ത്രൂവിന് കാരണമാകട്ടെ. പിശാചിന്റെ ദ്രംഷ്ടകൾ, പല്ലുകൾ, അതിനെ ഉടച്ചു കളയുവാൻ അതിന്റെ തലയെ തകർത്തവന് സാധിക്കും. ജീസനെ പറ്റി പറയേണ്ടത് നിങ്ങൾക്കെല്ലാം അറിയാം. ജീസൻ ഈ കാലഘട്ടത്ത് ഈ പറഞ്ഞ പോലെ തന്നെ ലോകം ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു അനുഗ്രഹീത കീ പ്ലെയർ ആണ്. അദ്ദേഹത്തിന്റെ വിരലുകൾ ദൈവനാമ നിമിത്തം മാസ്മരികമായി ജനിക്കുന്നത്. അദ്ദേഹം പ്രത്യേകിച്ചൊന്നും പോയി ആരടുത്തും പോയിരുന്ന് കുത്തിയിരുന്ന് പഠിച്ചതല്ല, ദൈവം കൊടുത്ത കൃപയാണ്. ഈ അന്യഭാഷ പറഞ്ഞുകൊണ്ടാണ് കീബോർഡ് വായിക്കുന്നത്, അല്ലെങ്കിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇദ്ദേഹം ബൈബിൾ എടുത്തു വെച്ച് ആദ്യം ഒരു വരി നോക്കി സ്വന്തം, അതിനുശേഷം പ്രാർത്ഥിച്ചിട്ടാണ് കീബോർഡെ തുടങ്ങുന്നത്. പക്ഷെ മിക്കപ്പോഴും ആ സൈഡിൽ ഇദ്ദേഹം തുടങ്ങുന്ന സമയത്ത് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇദ്ദേഹം പ്രസംഗിക്കാൻ വന്നാണോ കീബോർഡ് വായിക്കാൻ വന്നാണോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ദൈവത്തിന് വലിയ കൃപയുള്ളൊരു മകനാണ് ജീസനെ. നിങ്ങൾ എല്ലാവരും ഓർക്കണം, പ്രാർത്ഥിക്കണം. അദ്ദേഹം ഈ നമ്മുടെ കേരളക്കര കൊണ്ട് നീങ്ങേണ്ടതല്ല, രാജ്യങ്ങളിൽ പറന്ന് നടന്ന് ക്രിസ്തുവിനെ ഉയർത്തുന്ന മനോഹരമായ ഗാനങ്ങൾ പാടട്ടെ. അതിനുവേണ്ടി തൻ്റെ കീ ചലിപ്പിക്കുവാൻ വിരലുകളെ സഹായിക്കട്ടെ എന്ന് ഈ സമയം ആശംസിക്കുകയാണ്. ഞങ്ങൾ ലാസ്റ്റായി പറഞ്ഞില്ല സാറേ, ഈ ക്രിസ്മസിൽ പറയാനുള്ള ഒരു കാര്യം കൂടെ ഉണ്ട്, മറ്റൊരുത്തരിലും രക്ഷയില്ല. അത് പ്രാരംഭത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ഈ ഡിസംബർ 25 ആരും ഓർത്തിരിക്കേണ്ട. ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലേക്ക് വരട്ടെ. ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലേക്ക് വരട്ടെ. തിരുവചനത്തിൽ വളരെ വ്യക്തമായി യാക്കോബ് പറഞ്ഞ വാക്യം ഇങ്ങനെ പറയുന്നത്: ആകാശത്തിന് കീഴിൽ ഭൂമിക്ക് മീതെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏക നാമം രക്ഷിക്കപ്പെടുവാൻ, രക്ഷകനായ ക്രിസ്തുവിന്റെ നാമം. ഈ രക്ഷകനായ ക്രിസ്തുവിന്റെ നാമത്തെ അദ്ദേഹം വർണ്ണിച്ചത് കൊണ്ടാണ് അത് ഇന്ന് അദ്ദേഹത്തിന്റെ മാന്യത തേടി വരുവാനിടയായി തീർന്നിരിക്കുന്നത്. നിശ്ചയമായിട്ടും അതുകൊണ്ട് ഈ ക്രിസ്തുവിലൂടെ അദ്ദേഹത്തിന് ഒരു മാന്യത ഉണ്ടാകും എന്നുള്ളതിന് സംശയവുമില്ല. അത് ആത്മീയ ലോകം ഏറ്റെടുക്കുമെന്ന് എനിക്ക് 100%. ഇവിടെയല്ല, ലോകരാജ്യങ്ങളിൽ ആത്മീക ലോകം ഇദ്ദേഹത്തിന്റെ ഇത് ശ്രദ്ധിക്കപ്പെടുവാൻ ഇടയായി തീരുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതിന്റെ നന്മ അദ്ദേഹത്തിന് അനുഭവിക്കാനും കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സമയപരിമിതികളുള്ളതുകൊണ്ട് ഞങ്ങൾ വളരെ വേഗത്തിൽ ഈ ഗാനങ്ങളെല്ലാം മുഴുവൻ അതിന്റെ വരികളും പാടാൻ യാക്കോബ് ആഗ്രഹിച്ച, പിന്നെ നമ്മൾ പറഞ്ഞു അത് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ആയതുകൊണ്ട് ചില വരികൾ പാടിയാൽ മതി എന്ന് പറഞ്ഞു. ഇനിയും വരുന്ന ദിവസം സമയം കിട്ടിയാൽ ഇതിലെ ചില പാട്ടുകളൊക്കെ എടുത്ത് ഫുൾ പാടി ക്രിസ്മസ് രാവുകളിൽ നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സഹവാസം കിട്ടിയാൽ അത് ചെയ്യും. പിന്നെ ഇതിനൊക്കെ വളരെ എക്സ്പെൻസ് ഉണ്ടല്ലോ, ഇതെല്ലാം മീറ്റ് ചെയ്യുവാനും. ഇതിൽ നിന്ന് 1 രൂപ പോലും എന്നോട് പറഞ്ഞു, സാറേ നമുക്ക് ഇതിനകത്ത് 1 രൂപ പോലും എനിക്ക് അല്ലെങ്കിൽ ജീസനെ ഞങ്ങൾക്ക് വേണ്ട. നമ്മളിത് ആ ഒരു മനുഷ്യനെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതും ഈ ഗാനങ്ങളെ ഒന്ന് ആത്മീയ ലോകത്തേക്ക് ഒന്നുകൂടി ഒന്ന് മുൻപോട്ട് നമുക്കൊന്ന് പ്രസന്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട്
ഇവരെല്ലാവരും ഈ ശുശ്രൂഷകളും ഒക്കെ ആയിട്ടാണല്ലോ കഴിഞ്ഞു പോകുന്നത്. വേറെ ഒരു ഇതുമില്ല. നല്ല എഡ്യൂക്കേഷനുള്ള ആളാണ്, ഗ്രാജുവേറ്റ് ആണ്, സ്വന്തം PG ചെയ്താണ്. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ക്രിസ്തുവിന് വേണ്ടി, കർത്താവിന് വേണ്ടി ഗാനാലാപനം കൊണ്ട് മാത്രം ഗാനമേളകൾ നിർത്തി സിനിമ പാടാനുള്ള അവസരങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് ചില മൂവി ചെയ്യുവാനായിട്ട് പോയതാണ്. അതിന്റെ ചില കാര്യങ്ങളൊക്കെ പ്രൊസീഡ് ചെയ്ത ഞങ്ങൾ ഒന്നിട്ട് സിനിമയ്ക്ക് വേണ്ടിയൊക്കെ ഗാനങ്ങൾ ചെയ്താണ്, അത് കമ്പോസ് ചെയ്താണ്. പിന്നീട് അതെല്ലാം ഞങ്ങൾ വിട്ടത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവാണ് ഏകരക്ഷകൻ, കർത്താവിന് വേണ്ടി ജീവിക്കുക എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് അതെല്ലാം വിട്ട് എന്ന്. ഇപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ കാര്യത്തിലാണെങ്കിലും സിനിമയിലൊക്കെ ആണെങ്കിലും ഒരുപാട് പാട്ട് എഴുതിയ ആളുകൾ തടയപ്പെട്ട് പോയിട്ടുണ്ട്. പിന്നെ ഒന്നും അവരൊന്നും തിരിച്ചു വന്നിട്ടില്ല. പക്ഷേ അത് ഈ സുവിശേഷത്തിൻ്റെ ഒരു ശക്തിയാണ്. ഇത് ഉപയോഗിച്ചിട്ടുള്ള ഒരാളെ ഇത് അനുഗ്രഹിക്കാതെയും അഡ്രസ്സ് ചെയ്യാതെയും വിട്ടിട്ടില്ല എന്നുള്ളതാണ് യേശു എന്ന നാമത്തിന്റെ ശക്തിയാണ്. അതുകൊണ്ട് ആ മാന്യത ഈ പ്രിയ കിട്ടുമെന്ന് ഉറപ്പായി വിശ്വസിക്കും. മറ്റക്കര സ്വയം ചേർന്ന് ഉണ്ടാവും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഒരു വാക്ക് നമ്മുടെ കണ്ടിരുന്ന എല്ലാ ഓഡിയൻസിനായും പ്രാർത്ഥിക്കാം. നിങ്ങളും ഈ സ്വംചേട്ടനെ ഓർത്ത് പ്രാർത്ഥിക്കുക, അനുഗ്രഹിക്കുകയും ചെയ്യണം. അപ്പോൾ തന്നെ ഇന്ന് ജീസനെയും യാക്കോബിനെയും ഇത് പ്രസന്റ് ചെയ്യാൻ അവർ തന്റെ ഇടത്തോളം മുൻപോട്ട് വന്നല്ലോ, അവരെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം, കണ്ണുകളെ അടയ്ക്കാം. കരുണാസമ്പന്നനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുവിന്റെ നാമത്തിൽ തിരുസലിലേക്ക് അടുത്തു വരികയാണ്. ഇന്ന് ഈ അനുഗ്രഹീതമായ ഈ ഗാനങ്ങളെ കർത്താവെ അങ്ങേക്ക് വേണ്ടി കാലം മറച്ചു വെച്ചിരുന്ന വ്യക്തിയെ ഒന്ന് പരിചയപ്പെടുത്തുവാനും അങ്ങയുടെ നാമത്തെ ഉയർത്തിയ ആ തൂലിക അത് ലോകത്തിന് മുമ്പിൽ ഒന്ന് അറിയിക്കുവാനും ആ മനുഷ്യനൊന്ന് അനുഗ്രഹിക്കപ്പെടുവാനും കർത്താവിന്റെ ചൈതന്യം അദ്ദേഹത്തിലേക്ക് പകരപ്പെടുവാനും കർത്താവ് ഇടയാക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അതുപോലെ തന്നെ ഇന്ന് കേട്ടിരുന്ന ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ഇതൊരു അനുഗ്രഹമായി വിതയ്ക്കപ്പെടട്ടെ. എത്ര മറഞ്ഞിരുന്നാലും കർത്താവ് ഇന്ന് കേട്ടിരിക്കുന്നതിൽ ആരെങ്കിലും ഒക്കെ ജീവിതത്തിൽ ഇതുപോലെ പ്രതിസന്ധികൾ അനുഭവിച്ചവരുണ്ടെങ്കിൽ, അർഹതപ്പെട്ടത് നിഷേധിക്കപ്പെട്ടവരുണ്ടെങ്കിൽ അവരും കർത്താവെ മുൻനിരയിലേക്ക് കർത്താവ് കൊണ്ടുവരുവാൻ, ഇരുളുകൾ അവരുടെ മാറുവാൻ, അവരുടെ തടവറകളിൽ നിന്ന് അവർ പുറത്തു വരുവാൻ, ലോകം അവരെ അറിയുവാൻ ഇടയായി തീരേണ്ടതിനായി അങ്ങനെയുള്ള പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ കർത്താവ് ശുശ്രൂഷ കേട്ട് അതിൽ ഹൃദയത്തിൽ സന്തോഷത്തോടെ ഇത് ഷെയർ ചെയ്യുകയും പങ്കുവയ്ക്കുകയും ഇതിലേക്ക് ശ്രദ്ധ ഊന്നുകയും ചെയ്ത ഓരോരുത്തരെയും കുടുംബമായി യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഈ ശുശ്രൂഷകൾക്ക് കർത്താവ് ഞങ്ങൾക്ക് ആത്മബലം നൽകി, പരിശുദ്ധാത്മാവ് ആദ്യം സഹായിച്ചു, ഞങ്ങൾക്ക് അതിനുള്ള ധൈര്യം നൽകി, എതിർപ്പുകളെ ഒന്നും ഭയപ്പെടാതെ മുൻപോട്ട് ചെയ്യുവാനുള്ള കൃപ നൽകിയതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവിന്റെ സാന്നിധ്യം കൂടെ നിൽക്കണം. ഇത് കർത്താവെ ആർക്കും ഒരു നൊമ്പരമല്ല. ഇത് കർത്താവെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് പോലും മാനസാന്തരം ഉളവാകുകയും അത് അവർക്ക് നന്മയായി തീരുവാനും ഇത് നിരപ്പിന്റെ ഒരു അനുഭവമാക്കി മാറ്റുവാനും കഴിഞ്ഞ കാലങ്ങളിൽ അവർക്ക് ചെയ്യുവാൻ കഴിഞ്ഞാൽ ഇപ്പോൾ അത് ചെയ്ത് പരിഹരിക്കപ്പെടുവാനും ഒക്കെ ഇടയായി തീരേണ്ട ഒരു നിരപ്പിന്റെ ശുശ്രൂഷ കൂടിയായി മാറേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. തൃക്കരകളിൽ നൽകുന്നു. സ്റ്റുഡിയോയിൽ ഇതിന് വേണ്ടുന്ന സഹായങ്ങളും സപ്പോർട്ടുകളും എല്ലാം ചെയ്ത് ഇന്ന് കൈത്താങ്ങൾ നൽകിയ എല്ലാ പ്രിയപ്പെട്ടവരെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഇന്ന് സായാഹ്നം നടക്കേണ്ട ഫാമിലി മീറ്റിങ്ങുകൾ മാറ്റിവെച്ചുകൊണ്ട് ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ ആ ഫാമിലീസിനെ എല്ലാം പ്രത്യേകം ഓർക്കുകയാണ്. അവരെയും അനുഗ്രഹിക്കുന്നു. കർത്താവ് ചാനൽ 1ന്റെ എല്ലാ ഫാമിലിയും ഈ സമയം ഓർക്കുന്നു, അവരെയും അനുഗ്രഹിക്കുന്നു. കൃപയുടെ കരങ്ങളിൽ തരികയാണ്. പ്രത്യേകിച്ച് ജീസനെ അനുഗ്രഹിക്കുന്നു, യാക്കോബിനെ അനുഗ്രഹിക്കുന്നു, ജോഷുവനായി സ്വത്രം, സജുവനായി സ്വത്രം, അവിടെ തന്നെയും ചേർത്ത് അനുഗ്രഹിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഇവിടെ പരിചയപ്പെടുത്തിയ മറ്റക്കര സോമൻ ചേട്ടനെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. കൃപയുടെ കരങ്ങളിലേക്ക് തരുന്നു. പിതാവ് പ്രാർത്ഥന കേൾക്കുന്നതിനായി സ്തോത്രം. ഇൻ ജീസസ് നെയിം. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ലവ് യു.